الله تعالى وبركاته. الحمد لله الملك الجواد حمدا وافيا دائما أبدا الآباد والصلاة والسلام على سيدنا محمد خير العباد وعلى آله خير العباد وعلى صحابته خير الزهاد وعلى التبع لهم بخير ورشاد. اللهم صل وسلم عليه وعلى آله وصحبه ما دامت العباد والبلاد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الراحمون يرحمهم الرحمن ارحموا من في الأرض يرحمكم من في السماء. صدق رسول الله. في حالة البعد روحي كنت أرسلها تقبل الأرض عني وهي نائبتي وهذه نوبة الأشباه قد حضرت فامدد يمينك كي تحظى بها شفتي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. هدي والبيت رائفا محمدا ബദരിലും ബദറിലും നോരെ കാണുവാൻ വിധിയേകല്ല. സമാദരണീയരായ സയ്യിദുമാർ, പുറക്കാട് ഉസ്താദ് അടക്കം വേദിയിൽ സന്നിഹിതരായ
ഉസ്താദുമാർ, ഈ അനുസ്മരണ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന നാട്ടിലെ കാരണവന്മാർ, യുവ സുഹൃത്തുക്കൾ, ഈ മജ്‌ലിസ് മാത്രം ലക്ഷ്യമാക്കി ഇവിടെ എത്തിച്ചേർന്ന ഉമ്മ, പെങ്ങന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അവന്റെ ജന്നാത്തുൻ നഈമിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് സംഗമിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞ നാം ഇവിടെ സ്മരിക്കുന്നവരടക്കം ഒരുപാട് പേർ നമ്മോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അവരുടെ എല്ലാം ഖബറിടം അല്ലാഹു സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. മുനാഫസ എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടി, അതോടനുബന്ധിച്ച് അനുസ്മരണ സംഗമം എന്ന ഒരു സെഷനിലായി മഹാനായ ജീലാനി തങ്ങളെയും റിഫായി ശൈഖ് അവറുകളെയും കൂട്ടത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് മൺമറഞ്ഞുപോയ നമുക്കെല്ലാമായിരുന്ന ഉള്ളാൾ തങ്ങൾ, നൂറുൽ ഉലമ, അതുപോലെ വൈലത്തൂർ തങ്ങൾ, ഖാരി ഉസ്താദ് തുടങ്ങിയ ഒരുപാട് ആളുകൾ ഇവരെ അനുസ്മരിക്കുന്ന ഒരു സംഗമം അനിവാര്യമായതുകൊണ്ട് ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നു. അൽഹംദുലില്ലാഹ്. ഇവിടെ ഒരുപാട് ആളുകൾ ചെറിയ ക്ഷണമാണെങ്കിലും കാര്യഗൗരവത്തോടെ അത് ഏറ്റെടുത്ത് ഇവിടെ എത്തിച്ചേർന്നു. അല്ലാഹു ഇരു ലോക വിജയികളിൽ നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗതകാലത്ത് കഴിഞ്ഞുപോയ പ്രതിഭാശാലികളായ ആളുകളെ സ്മരിക്കുകയും അവരുടെ ജീവിതം അയവിറക്കുകയും ചെയ്യുക എന്നത് ഭൗതിക ലോകം പോലും അംഗീകരിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഭൗതിക ലോകത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ, അതല്ലെങ്കിൽ കായികമായ രംഗങ്ങളിൽ പോലും ഉന്നതങ്ങൾ നേടിയെടുത്ത ആളുകളെ റോൾ മോഡലുകളാക്കുകയും സ്മരിക്കുകയും എത്രത്തോളം എന്നാൽ അവരുടെ ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയും ആളുകൾ വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൗതികമായ തലങ്ങളിൽ നിന്ന് ഞാൻ സംസാരിക്കേണ്ടതില്ല, നിങ്ങൾക്ക് സുപരിചിതമാണ്. ഒരു ഉദാഹരണം എന്നോണം എടുത്തു വെക്കുകയാണെങ്കിൽ APJ അബ്ദുൽ കലാം സാഹിബ് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഒരുപാട് ഉന്നമനങ്ങൾ നേടിക്കൊടുത്ത APJ അബ്ദുൽ കലാം സാഹിബ് ഇവിടെ നിന്ന് മരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ബയോഗ്രഫി തയ്യാറാക്കപ്പെട്ടിരുന്നു. അഗ്നി കി ഉഠാൻ, വിങ്സ് ഓഫ് ഫയർ, അഗ്നി ചിറകുകൾ എന്ന പേരിൽ അത് ഞാനും നിങ്ങളും 10ാം ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിലൂടെ തന്റെ ജീവിതത്തിന്റെ A to Z എന്ന് പറയാം പ്രതിപാദിക്കുകയാണ്.
എന്തിനാണ് ഇദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്? തന്റെ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ ഒന്നുമില്ലാത്ത വട്ടപൂജ്യമായിരുന്നു ഞാൻ. പിന്നീട് എനിക്ക് ചിന്തകളും ആശയങ്ങളും എന്നെ ഞാനാക്കി മാറ്റി എന്ന് കാണിച്ചു തരുന്ന ഒരു പുസ്തകം. ആ പുസ്തകം വായിക്കുകയും അത് കുട്ടികൾക്ക് പഠന വിഷയമായി ചേർത്ത് കൊടുക്കുകയും നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നു എങ്കിൽ അതിലും അപ്പുറം ആ ഒരു പുസ്തകം വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന പുസ്തകം ഒരാവർത്തി വായിക്കുകയാണ് എങ്കിൽ ഒരു 100 മോട്ടിവേഷൻ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുന്നതിനേക്കാൾ അപ്പുറം ഊർജം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് മനഃശാസ്ത്ര വിചക്ഷണന്മാർ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ എന്തിനാണ് ഈ ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയും എഴുതാൻ ആളുകൾ പ്രോത്സാഹനം നൽകുന്നത് എന്നതിന് ഞാൻ കൂടുതൽ തെളിവുകൾ നിരത്തേണ്ടതില്ല. ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കർ പോലും തന്റെ ഓട്ടോബയോഗ്രഫി എഴുതി കഴിഞ്ഞു. എന്തിന്? സമൂഹത്തിന് ഒരുപാട് പാഠം പഠിക്കാനുണ്ട് എന്നാണ്. നരേന്ദ്രമോദി അടുത്ത് മാൻ കി ബാത്ത് ഈ വർഷാരംഭത്തിൽ അദ്ദേഹം നടത്തുമ്പോൾ നിങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കറെ കണ്ടു പഠിക്കണം എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടുകാണു. ഭൗതിക ലോകം പോലും വലിയ വലിയ നേട്ടങ്ങൾ ഈ ഭൗമലോകത്ത് നേടിയെടുത്തവർക്ക്, വലിയ പുരസ്കാരങ്ങളുടെ ജേതാക്കളായവർക്ക്, വലിയ മെഡലുകളിൽ തങ്ങളുടെ കഴുത്തിലണിഞ്ഞവർക്ക്, ഉന്നതങ്ങളിൽ വിരാജിക്കുന്നവർക്ക് അംഗീകാരമായി നൽകുന്നു എങ്കിൽ അവരുടെ ബയോഗ്രഫി പഠിച്ചാൽ, അവരുടെ ജീവിതം വായിച്ചാൽ തന്റെ മകന്, തന്റെ മകൾക്ക്, തന്റെ വിദ്യാർത്ഥികൾക്ക്, തന്റെ ശിഷ്യഗണങ്ങൾക്ക് ഉന്നമനമുണ്ടാകും എന്ന് ഇവിടത്തെ ഭൗതികമായ ലോകം വിലയിരുത്തുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആത്മീയമായ ലോകത്തെ മഹാരഥന്മാർ, ആത്മീയമായ ലോകത്ത് ഇങ്ങനെയുള്ള മെഡലുകൾ കഴുത്തിലണിഞ്ഞ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. ആ വ്യക്തിത്വങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ ആത്മീയമായ ഊർജം നമുക്ക് എങ്ങനെ കിട്ടാതിരിക്കും? ഭൗതികമായി തന്നെ ഇങ്ങനെ ആളുകൾ വിലയിരുത്തുന്നു എങ്കിൽ ഇന്ന് നമുക്കറിയാം, ലോകത്ത് ആദ്യകാലങ്ങളിൽ ജനങ്ങൾ പറഞ്ഞിരുന്നത് മനുഷ്യന് വിജയിക്കണമെങ്കിൽ IQ പവറാണ് ഏറ്റവും കൂടുതൽ വേണ്ടതെന്നായിരുന്നു. അഥവാ ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ മനുഷ്യന് വേണ്ടതാണ് എന്ന് ആളുകൾ പറഞ്ഞിരുന്നു എങ്കിൽ അത് പോരാ, അവനിക്ക് ഇമോഷണൽ ക്വസ്റ്റ്യൻ കൂടെ വേണം. ഇമോഷണലായ കാര്യങ്ങൾ കൂടി അവന് കൂടുതൽ നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിലേ ജീവിതത്തിൽ വിജയം വരൂ എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ആ തലമുറയിലെത്തിയ സ്പിരിച്വൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പുതിയ സംരംഭം കൂടെ ആത്മീയമായ തലം കൂടെ മനുഷ്യന് കടന്നു വന്നെങ്കിൽ ഒരു മനുഷ്യൻ വിജയിക്കൂ എന്നിടത്തേക്ക് ഭൗതികമായ ലോകം എത്തിച്ചേരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആത്മീയമായ മഹാരഥന്മാരെ, ആത്മീയമായ ലോകത്ത് ഒരുപാട് മെഡലുകൾ അണിഞ്ഞ മഹാന്മാരായ ആളുകൾ, ആ മഹാന്മാരായ ആളുകളെ നമ്മൾ സ്മരിക്കുമ്പോൾ പ്രിയപ്പെട്ട പത്മിനികളെ, ആ മഹാരഥന്മാരായ ആളുകളെ ഞാനും നിങ്ങളും സ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക്, ആ മഹാന്മാരുടെ ജീവിതം സ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മീയമായ ഒരു തലം കടന്നു വരികയാണ്. ആ ആത്മീയമായ തലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയമെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുന്നു, എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയുന്നു. അങ്ങനെ ആത്മീയമായ ഉന്നതികളിൽ ഒരുപാട് മെഡലുകൾ വാങ്ങിയ മഹാരഥന്മാരുണ്ട് ഇവിടെ. ആ മഹാരഥന്മാരുടെ രാജാവായി അറിയപ്പെടുന്ന ഒരുപാട് മെഡലുകൾ തന്റെ കഴുത്തിലണിഞ്ഞ മഹാനാണ് മഹാനായ ഖുതുബുൽ അഖ്താബ് അശ്ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനുഭാവനത്രയാ തന്റെ കഴുത്തിലണിഞ്ഞത്. ആത്മീയമായ വികാസത്തിലേക്ക് പടിപടിയായി ഉണർന്ന് തന്റെ ഖുതുബുൽ അഖ്താബ് എന്ന് പറയുന്ന സ്ഥാനം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒരിക്കലും ചെറുതല്ല. മഹാനുഭാവൻ നേടിയെടുത്ത ഏറ്റവും വലിയ നേട്ടമാണ് ഖുതുബുൽ അഖ്താബ് എന്നത്. അതും കഴുത്തിലണിഞ്ഞ മഹാനുഭാവനെ നമ്മൾ സ്മരിക്കുമ്പോൾ ആത്മീയ ജോജോടങ്ങൾ
പോലെ ഞാനും നിങ്ങളും ഇവിടെ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് SQ പവർ വർദ്ധിക്കും എന്ന് ഭൗതിക ലോകം പറയുന്നു. ആ ജീവിതത്തിന്റെ ഏടുകൾ ഞാനും നിങ്ങളും വായിക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ആരാണ് മഹാനുഭാവനെന്ന് നിങ്ങൾക്കറിയുമോ? അവൻ അടച്ചവൻ താൻ തന്നെ നല്ല വിളിച്ചോ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ മഹാനുഭാവനെ ലോകത്ത് അല്ലാഹു തആല വലിയ ആദരവ് കൊടുത്ത് ബഹുമാനിച്ചു. കണ്ടില്ലേ നിങ്ങൾ ആ വണ്ണം അല്ലാഹ് അടച്ചവൻ താൻ തന്നെ യാ ഗൗസല്ലം വിളിച്ചോ വിളിക്കുകയാണ്. ആ വലിയൊരു വിളിയാളങ്ങൾക്ക് പത്രീഭവിക്കപ്പെട്ട മാനവர்கள் ചിന്തിക്കണം സഹോദരങ്ങളെ. അവരുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ഒരുപാട് പാഠങ്ങൾ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില പ്രധാന പോയിന്റുകളിലൂടെ പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ ഖുതുബുൽ അഖ്താബ് തങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും നമ്മൾ പരിചയപ്പെടാം. ഹിജ്റ 470 ഗീലാൻ എന്ന് പറയുന്ന ഇറാഖിലെ ഒരു പ്രദേശത്ത് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഉമ്മ ഫാത്തിമ എന്ന് പറയുന്ന ഫാത്തിമ ഉമ്മുൽ ഖൈർ, ഉമ്മമാരുടെ നേതാവായി നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്ന ഫാത്തിമ എന്ന് പറയുന്ന ഒരു മഹദിയുടെ മകനായി പിറന്നു വീഴുന്നു. ആ ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മയുടെ പദം എന്താണെന്നറിയുമോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ആ എന്ന് പറയുന്ന വലിയ കാലഘട്ടത്തിലെ പ്രസിദ്ധനായ മഹാനുഭാവന്റെ മകളാണ്. അവരും അവരുടെ ഭർത്താവായ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അബൂ സ്വാലിഹ് എന്ന് പറയുന്നവരുമാണ്. മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ കുടുംബത്തിലെ ആദ്യ പോയിന്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനുഭാവന്റെ ഉപ്പ അബൂ സ്വാലിഹ് എന്ന് പറയുന്ന വലിയ പണ്ഡിതനാണ്. മഹദിയായി തന്റെ ഉമ്മയാരാണ്? അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു തങ്ങളുടെ മകളാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണെന്ന് അറിയുമോ? നമ്മളൊക്കെ വൈവാഹികമായ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, വിവാഹ ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും കയറി വരുമ്പോ ആദ്യമായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്താണെന്നറിയുമോ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തങ്ങളവർകൾ നമ്മോട് പഠിപ്പിച്ചില്ലേ? പലരും പല കാര്യങ്ങളും സെലക്ട് ചെയ്യും. പല കാര്യങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതത്തിന്റെ വൈവാഹിക ഘട്ടമെത്തുമ്പോ കുടുംബം ചില ആളുകൾ നോക്കാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ പലതരങ്ങളായ വിഷയങ്ങൾ അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ തറവാട് നോക്കി സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഭംഗി ചില ആളുകൾ നോക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആരെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ ഉമ്മമാരെ നമ്മോട് പഠിപ്പിച്ചു തരുന്നു. ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ഫദ്ഫർ ബിദാത്തിദ്ദീൻ. ഓ സഹോദരാ, നിന്റെ വൈവാഹികമായ ജീവിതത്തിലേക്ക് നീ കടന്നു വരുമ്പോൾ ആദ്യമായി നീ സെലക്ട് ചെയ്യേണ്ടത് ആരാണെന്നറിയുമോ? ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള കുടുംബത്തെയാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. ഇന്ന് എത്ര ആളുകൾ ഇത് ജീവിതത്തിൽ പകർത്താറുണ്ട്?
ഫദ്ഫർ ബിദാബിദ്ദീൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോട് പറഞ്ഞു തരാം, നിങ്ങളുടെ ജീവിതത്തിൽ വൈവാഹികമായ ജീവിതത്തിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യമായി സെലക്ട് ചെയ്യേണ്ടത് ദീനുള്ള കുടുംബം നിങ്ങൾ അന്വേഷിക്കണം. നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വൈവാഹിക തലങ്ങളിൽ കയറുമ്പോൾ നമ്മൾ പലരും പല ആവശ്യങ്ങളായി നമ്മുടെ കുടുംബത്തിൽ എത്രത്തോളം തെങ്ങുതോപ്പുകളുണ്ട്, എത്ര സാമ്പത്തിക കപ്പാസിറ്റി ഉണ്ട്, തന്റെ മകൻ അല്ലെങ്കിൽ തനിക്ക് മരുമകനായി വരുന്ന, ഇവിടെ മരുമകൻ എന്ന ഭാഷ ഭാവിച്ചാൽ ചിലപ്പോൾ തെറ്റായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ മരുമകൻ എന്നാ പറയും. മരുമകനായി തന്റെ വീട്ടിലേക്ക് കയറി വരുന്നവർ ഗൾഫിൽ പോയി എത്ര പണം കൊയ്തെടുത്തു വരും എന്നാണ് ആദ്യമേ സെലക്ട് ചെയ്യാറുള്ളത്, തീരുമാനിക്കാറുള്ളത്. ഉമ്മമാരെ അതൊന്നും നീണ്ടു നിൽക്കുകയില്ല. എന്റെ ചെറുപ്പക്കാരെ നമ്മൾ ആലോചിക്കണം, അതൊന്നും ഒരിക്കലും തന്നെ നമ്മുടെ ജീവിതത്തിൽ നീണ്ടു നിൽക്കുകയില്ല. ഭംഗി അതെല്ലാം തന്നെ തകർന്നു പോകും, പണം ഇതെല്ലാം തകർന്നു പോകും. തങ്ങളവകളെ നമ്മൾ വളർത്തുമ്പോൾ മഹാനവറുകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടങ്ങളുടെ മുഴുവൻ കാരണം എന്താണ്? മഹാനവറുകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം നല്ല പിതാവിനെയും നല്ല മാതാവിനെയുമാണ്. മാതാവ് വാപ്പയോ ഒരു തെറ്റും ചെയ്യാതെ സസൂക്ഷ്മമായി ജീവിതം നയിച്ച മഹാനായ അബൂ സ്വാലിഹ് എന്ന് പറയുന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സൽക്കർമ്മങ്ങളും സദ്വൃത്തികളും ചെയ്ത് ജീവിതത്തിൽ അംഗീകാരം നേടിയ ഉന്നത സിദ്ധനായ മഹാനുഭവനാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് ആ ജീവിതം തുടങ്ങുന്നത്. അങ്ങനെ ഒരു ജീവിതം തുടങ്ങുമ്പോൾ തുടക്കം തന്നെ നല്ല സെറ്റപ്പാണ്. അടിത്തറ നന്നാകുമ്പോഴാണ് നമ്മുടെ കുടുംബം നന്നാകുന്നത്. ആ അടിത്തറയാണ് തന്റെ ജീവിതത്തിന്റെ വൈവാഹിക തലം വരുന്നത്. ആ വിവാഹ ജീവിതത്തിൽ തന്നെ നന്നായി പോയപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം, അറിഞ്ഞിരിക്കണം. ആ കുടുംബത്തിൽ പിറന്നു വളർന്ന കുഞ്ഞുമോനായ മഹാനായ ജിയാനി തനിയവർക്ക് ഉന്നമനങ്ങൾ നേടിയെടുക്കാൻ ഒരു കാരണമായി എന്നത് പലരും സൂചിപ്പിക്കുന്നു. നോക്കൂ, നിങ്ങൾ നല്ലൊരു കുടുംബത്തിൽ പിറന്നു വീഴുക എന്നത് തന്നെ വലിയ വലിയ നന്മയാണ്. വൈവാഹിക ജീവിതത്തിലൂടെ നമ്മൾ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് നല്ലൊരു ജീവിതത്തിൽ എത്തിപ്പെടുക എന്നത് തന്നെ നന്മയാണ്. കാരണം ആ ഒരു കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും, ഇൽമുണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ ക്ഷമയുള്ള കുടുംബമാകുമ്പോൾ, ദീനി ബോധമുള്ള കുടുംബമാകുമ്പോൾ നല്ലൊരു സെറ്റപ്പ് അടുക്കും ചിട്ടയും ആ കുടുംബത്തിലുണ്ടാകും. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോയി പലരും. ഇത് നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരെ വായിക്കുമ്പോൾ ഇതാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നല്ലൊരു സെറ്റപ്പുള്ള കുടുംബത്തിൽ വളരുമ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മുടേതായി മാറുന്നത്. ഇന്ന് പലർക്കും പറയാനുള്ളത് മക്കളെ പിടിച്ചെടുത്ത് കിട്ടുന്നില്ല എന്നതാണ്. മക്കളെ പിടിച്ചെടുത്ത് കിട്ടുന്നില്ല എന്നതാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ചു, ഈ അടുത്തൊരു സുഹൃത്ത് ആ സുഹൃത്തിനോട് പറഞ്ഞു, അദ്ദേഹം തന്റെ ഉസ്താദിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ഒരു പിതാവ് വന്ന് പൊട്ടിക്കരഞ്ഞ് ഉസ്താദിനോട് പറഞ്ഞ ഒരു സംഭവം, ഉസ്താദേ, എന്റെ മകൻ ആക്സിഡന്റിൽ പെട്ടു മരിച്ചാൽ ഉസ്താദ് ഞാൻ നല്ല ഒരു സംഭാവന ഉസ്താദിന്റെ നല്ല ഒരു സംഭാവന തരുമെന്ന് പറയുന്നു. മക്കൾ തരത്തിനു പോയപ്പോൾ, മക്കളെ പിടിച്ചെടുത്ത് കിട്ടാതെയായപ്പോൾ പ്രയാസങ്ങൾ പറയുന്നു. എന്നാൽ എന്റെ സഹോദരങ്ങളെ, എന്റെ ഉമ്മമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് ചോദിക്കട്ടെ, ഈ മക്കളെ നമ്മൾ പിടിച്ചെടുത്ത് കിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലമാണ് അവരുടെ ചെറിയ കുഞ്ഞു പ്രായം, നവജാത ശിശുക്കളായി. ആ മക്കൾ നവജാത ശിശുക്കളായി നമ്മുടെ അടുക്കലുണ്ടായിരുന്ന ഒരു കാലം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. ആ കാലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തരുന്നു. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഫഅബവാഹു യുഹമ്മിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി
صدق محمد المصطفى محمد سيد الكونين والثقلين والفارقين من ربع ومن عجم مولاي صل وسلم بدا على حبيبك خير الخلق كلهم ഓരോ കുട്ടിയും ഈ ഭൂമിലോകത്തേക്ക് പുറത്തു വീഴുന്നത് നല്ല ശുദ്ധ പ്രകൃതത്തിലാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട ഉമ്മമാരെ ശ്രദ്ധിക്കണം, ഓരോ മോനും ഈ ഭൂമിലോകത്തേക്ക് പുറത്തു വീഴുന്നത് നല്ല ശുദ്ധ പ്രകൃതത്തിലാണ്. അവർക്കുള്ള കൽബ് ചെറുപ്പമിൽ വരും കൊന്നതേതൊന്നും മതി സ്വീകാര്യമാ ഒഴിവുള്ള പാത്രം സ്വീകരിക്കും പാല് അതുപോലെയാണത് സ്വീകരിക്കും കീല നിരക്കൊന്നതേതാണോ അതാഗമിക്കുന്നത് വിതയ്ക്കുന്നതേതാണോ അതാ കൊയ്യുന്നത്. അവർക്കുള്ള കൽബെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്കുള്ള കൽബെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, കുഞ്ഞു മക്കളായി നവജാത ശിശുക്കളായി നമ്മുടെ മക്കൾ പിറന്നു വീഴുമ്പോ നമ്മുടെ മക്കളുടെ കൽബിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് നമുക്ക് കവിശ്രേഷ്ഠന്മാര് കാവ്യഭാഷയിൽ അവതരിപ്പിച്ചു തരുന്നു. അവർക്കുള്ള കൽബ് ചെറുപ്പമിൽ വെറും പാത്രമാ നിരക്കുന്നതേതൊന്നും അതിൽ സ്വീകാര്യമാ. ഏത് ഒഴിച്ചു കൊടുത്താലും അവരത് സ്വീകരിക്കുമെന്നുറപ്പാട്. അതില് പാലൊഴിച്ചു കൊടുത്തോ ആ പാൽ അവിടെ പ്രതിഫലിക്കും എന്നതുറപ്പാണ്. അല്ല കിളിയാണ് വിഷാംശമാണ് നിറച്ചു കൊടുക്കുന്നതെങ്കിൽ അതും അവിടെ നിലനിൽക്കുമെന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കിന്റെ സാരാംശം നമുക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കളെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു അവസരമുണ്ടല്ലോ, ആ അവസരത്തിൽ അവർക്ക് ആത്മീയമായ വിദ്യാഭ്യാസം നന്നായി പകർന്നു കൊടുക്കണേ. അതിനാ ഞാൻ പറഞ്ഞത് മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ ഉപ്പയും ഉമ്മയും അവരുടെ വൈവാഹിക ജീവിതത്തിലേക്ക് നല്ല കുടുംബത്തെ സെലക്ട് ചെയ്തു, നല്ല ദീനീ തറവാട് സെലക്ട് ചെയ്തതുപോലെ നമ്മുടെ കുടുംബത്തെ നമ്മൾ സെലക്ട് ചെയ്ത് തീരുമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം തുടങ്ങുന്ന വൈവാഹിക തലത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ എന്റെ ഉമ്മമാരെ, നമ്മുടെ മക്കൾക്ക് ആദ്യം നോക്കേണ്ടത് നല്ല പണ്ഡിതനായ ഒരാളെ കിട്ടുമോ എന്നതാണ്. ദീനീ കാര്യങ്ങളിലെല്ലാം കാർക്കശ്യ ബുദ്ധിയുള്ള നല്ല സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകളെ നമുക്ക് കിട്ടുമോ എന്ന് നോക്കിയാൽ ഉമ്മമാരെ നമുക്ക് എവിടെയും പിഴച്ചു പോകില്ല, നമുക്കൊന്നും നഷ്ടപ്പെടാൻ വരുന്നില്ല. അതുകൊണ്ട് എന്റെ ഉമ്മമാര്, എന്റെ സഹോദരങ്ങള്, കാരണവന്മാര് ചിന്തിക്കേണ്ടത് മക്കൾക്ക് നല്ല കുടുംബത്തെ സെലക്ട് ചെയ്തു കൊടുക്കണേ. ദീനീ തറവാട്ടിലുള്ള പെൺകുട്ടികളെ സെലക്ട് ചെയ്തു കൊടുക്കണേ. പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ചെറിയ തലം മുതൽ അഥവാ അവരെ കയ്യിൽ നമുക്ക് കിട്ടുന്ന ഒരു കാലഘട്ടമുണ്ടല്ലോ, ആ കാലത്ത് നമ്മൾ എന്തൊക്കെയാണ് അവർക്ക് പകർന്നു കൊടുക്കുന്നത്, അതവരുടെ ജീവിതത്തിന്റെ ഏറ്റവും സമീപനങ്ങളിൽ ഉണ്ടായിരിക്കുമെന്നത് ഇവിടുത്തെ ഭൗതികമായ സൈക്കോളജി പോലും അംഗീകരിക്കുന്നതാണ്. നിങ്ങൾ ഭൗതികമായ സൈക്കോളജി, നമ്മുടെ സൈക്കിനെ കുറിച്ച്, നമ്മുടെ മനസ്സിനെ കുറിച്ച് പറയുന്ന ശാസ്ത്രം, അത് നമ്മോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാരംഭഘട്ടത്തിൽ എന്തൊക്കെ നമ്മൾ കേട്ടു,
അത് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടു അത് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മൾ എന്തെല്ലാം അറിയുന്നു നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മമാർ, ആ ഉമ്മമാരെടുത്ത് നമ്മെ താരാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ താരാട്ട് പാട്ടൊന്നും വീട്ടിൽ നിന്ന് കേൾക്കാനില്ല. കാരണം നല്ല ബോക്സുകളൊക്കെ ഫിറ്റ് ചെയ്ത് ഹോം തിയേറ്റർ സംവിധാനത്തിലാണ് നമ്മുടെ വീട്. ആ വീട്ടിൽ ഇങ്ങനെ ഏതൊക്കെയോ ഗാനങ്ങളും പാശ്ചാത്യ സംഗീത നിശകളും ഇങ്ങനെ പെയ്തിറങ്ങുകയാണ്. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഇബ്ലീസിന് ഇഷ്ടമുള്ള നല്ല പാട്ടുകളാണ് നമ്മുടെ ചെറിയ മക്കളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതിനില്ല. നിങ്ങൾ ചെറുപ്രായത്തിൽ ഇതാ കൊടുക്കുന്നത്, അതല്ല കൊടുക്കേണ്ടത്. നല്ല താരാട്ടു പാട്ടുകൾ റസൂലുള്ളാഹിനെ കുറിച്ച് മഹാന്മാരെ കുറിച്ച് പറയുന്ന നല്ല പാട്ടുകൾ കൊടുക്കണം. അങ്ങോട്ട് കയറുന്നില്ല. ഏതായാലും ഈ ചെറിയ പ്രായത്തിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസം അത് തറച്ചിരിക്കും എന്നതാണ്. അവരുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും അത് സ്വാധീനം ചെലുത്തുമെന്നതാണ്. കണ്ടില്ലേ നിങ്ങൾ സൈക്കോളജിയോട് പറയുന്നത് അവരുടെ ഉമ്മയുമായുള്ള കളിക്കുന്ന സമയം, ഉമ്മയുടെ ടച്ചിങ്സുകൾ, ഉമ്മയുടെ ചുംബനം, ഉമ്മയുടെ പരിലാളനം, ഉമ്മയുമായി ഓടിക്കളിക്കുന്നത്, ഉമ്മയുടെ അമ്മിഞ്ഞ, ഉമ്മ അടുപ്പിക്കുന്നത്, ഉമ്മ കരയിപ്പിക്കുന്നത് വരെ ആ കുട്ടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്നു എന്ന് ഇവിടത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുമെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട വലിയ ഒരു വിഷയമുണ്ട്. ഒരു കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. കാരണം എന്താണെന്ന് അറിയുമോ? മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ, ആ ജീലാനി തങ്ങൾക്ക് ഉമ്മ കൊടുത്ത ചെറിയ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് തന്റെ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിലായിരുന്നു. എന്ന് പറയുന്ന നല്ല തന്റെ ഇടമുള്ള നല്ല പണ്ഡിതനായ ആ കാലഘട്ടത്തിലെ ആത്മീയ ജ്ഞാനത്തിന്റെ മഹാമേരുക്കളിൽ പെട്ട മഹോന്നതൻ, ആ മഹാനുഭാവന്റെ മകളായ മഹതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ വിശേഷിക്കപ്പെട്ട മഹാനവറുകളുടെ ഉമ്മ. വാപ്പ ആദ്യമേ മരിച്ചു പോയത് കൊണ്ട് ഇവിടെ പരിലാളനയിലാണ് വളർന്നത്. ആ കാലത്തൊരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുകയാണ്, ആത്മീയമായ വിജ്ഞാനം കൊടുക്കുകയാണ്. എന്താണ് അവിടെ പറഞ്ഞതെന്ന് അറിയുമോ സഹോദരങ്ങളെ? നിങ്ങൾക്ക് മഹാനവറുകളോട് തന്റെ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നൽ മുഅ്മിന ലാ ഓ കുഞ്ഞുമോനെ, ഓ പുന്നാരമോനെ, ഇന്നൽ മുഅ്മിന ലാ യക്ദിബ്, മുഅ്മിനായ മനുഷ്യനെ കളവ് പറയൂല. ലാ തക്ദിബ്, കുഞ്ഞുമോനായ അബ്ദുൽ ഖാദറെ, നീ ഒരിക്കലും തന്നെ കളവ് പറയാൻ പാടില്ല. ഇങ്ങനെ മഹാനുഭാവൻ ഒരു നല്ല റിസൾട്ട് ആത്മീയമായ കാര്യമെന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോ പ്രിയപ്പെട്ടവരെ അത് എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നറിയുമോ? ഇതാ മഹാന്മാരെ വായിക്കുമ്പോ നമുക്ക് കിട്ടേണ്ട വിജ്ഞാനങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ആ തലങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വാപ്പ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ആത്മീയമായ പരിജ്ഞാനമുള്ളവരായോ, ഉമ്മ നല്ല ആത്മീയ തറവാടിൽ നിന്ന് വരുന്നവരായോ, ഇത് ജീവിതത്തിൽ സ്വാധീനിക്കുമെന്നത് ഉറപ്പാണ്. കൊച്ചുമോൻ, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുമോള് ആരെയാ കണ്ട് പഠിക്കുന്നതെന്നറിയുമോ? ആരെയാ അവര് കണ്ട് പഠിക്കുന്നതെന്നറിയുമോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, അവരുടെ റോൾ മോഡൽ ഞാനും നിങ്ങളുമാകുന്ന മാതാപിതാക്കളാണ്. ആദ്യമേ മാതാവും പിതാവും കാണിച്ചു കൊടുക്കുന്നത് എന്താണോ അതാണ് അവരുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സ്വാധീനം ചെലുത്തുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല വിജ്ഞാനം പകർന്നു കൊടുക്കണേ. മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ ഉമ്മ പകർന്നു കൊടുത്ത വിജ്ഞാനമേതാണ്? ഇന്നൽ മുഅ്മിന ലാ യക്ദിബ് ഫലാ തക്ദിബ്. അതേ കുഞ്ഞുമോനെ, മുഅ്മിൻ ഒരിക്കലും കളവ് പറയൂല. അതുകൊണ്ട് കുഞ്ഞുമോനെ, നീ കളവ് പറയാൻ പാടില്ലെന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഇത് എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്നറിയുമോ? മഹാനുഭാവൻ തന്റെ പ്രാഥമിക വിജ്ഞാന തലങ്ങളെല്ലാം
വീട്ടിൽ നിന്ന് കഴിഞ്ഞു. തന്റെ വീടിന്റെ പരിസരങ്ങളിലുള്ള മദ്രസ വിദ്യാഭ്യാസവും കഴിഞ്ഞു. ഒരാളാ ദിവസത്തിൽ പശു പിന്തിരിഞ്ഞു നിന്ന് ചോദിച്ചു, ഓ എന്റെ കൂടെ ഓടി നടക്കാനാണോ അബ്ദുൽ ഖാദറെ നിന്നെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത്? അതിനല്ലല്ലോ നീ വന്നത്? നിനക്ക് ആത്മീയമായ പരിജ്ഞാനം വേണ്ടേ എന്തെന്ന് ചോദിച്ചപ്പോൾ മഹാനവർകൾ ആത്മീയ ലോകത്ത് വിജ്ഞാനശാഖ അന്വേഷിച്ച് വീട് വിട്ടിറങ്ങി. വീട് വിട്ട് തന്റെ തറവാട് വീട്ടിൽ നിന്നിറങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ, ഉമ്മയതാ ഉള്ള 40 ദീനാർ കാശ് പുറത്തിയെടുക്കുന്നു. അങ്ങിങ്ങായി സ്വരൂപിച്ച് വെച്ച 40 ദീനാർ അതാ കൊടുക്കുകയാണ് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഈ മഞ്ഞുമോന്റെ കയ്യിൽ. ആ കാലഘട്ടത്തിൽ ബഗ്ദാദിലെ മദ്രസത്തുൻ നിസാമി എന്ന് പറയുന്ന കലാലയമുണ്ട്. ഏതാ കലാലയമെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ആ മദ്രസത്തുൻ നിസാമി എന്നതൊന്ന് ആത്മീയ വിജ്ഞാന ശാഖകളിലെ എല്ലാ തലങ്ങളും ടച്ച് ചെയ്ത് പഠിപ്പിക്കുന്ന ഉന്നതമായ ഒരു കലാലയമാണ്. ആ കലാലയങ്ങളിൽ ലക്ഷ്യമാക്കി പുറപ്പെട്ട മഹാനുഭാവന് 40 ദീനാർ കൊടുക്കുമ്പോ മഹാനവരുടെ ഉമ്മക്കറിയാം, ഈ കൊച്ചുമോനി 40 ദീനാറുമായി പോകുന്ന വഴിയുണ്ടല്ലോ, അത് സെക്യൂരിറ്റി ഉള്ള വഴിയല്ല. അവിടെ സെക്യൂരിറ്റി കുറഞ്ഞ വഴിയാണ്, കള്ളന്മാരും കൊള്ളക്കാരുമുള്ള വഴിയാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും പലരും ആക്രമിക്കപ്പെട്ട വഴിയാണ്. ഇത് അറിയുന്ന ഉമ്മ 40 ദീനാർ എടുത്ത് തന്റെ ഇടതുഭാഗത്തെ കയ്യിലെ കക്ഷത്തിനു താഴെയായി ഒരു പ്രത്യേക സീക്രട്ട് അറ നിർമ്മിച്ചു വെക്കുന്നു. ആ നിർമ്മിച്ചു വെച്ച അറയിൽ 40 ദീനാറും സൂക്ഷിച്ചു കൊടുത്തുകൊണ്ട് മഹാനായ ജീലാനി തങ്ങളെ പറഞ്ഞയക്കുന്നു. അപ്പോഴും ഉമ്മ ഓർമ്മപ്പെടുത്തിയ ഒരു വിജ്ഞാനമുണ്ട്. ഇന്നൽ മുഅ്മിനലായ ഫലാ തക്ദിബ. ഓ കുഞ്ഞുമോനെ, ഇന്നൽ മുഅ്മിനലായ മുഅ്മിനിനെ കളവ് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ലാ തക്ദിബ, കുഞ്ഞുമോനെ നീ കളവ് പറയാൻ പാടില്ല. ഈ ഒരു ആത്മീയ പരിജ്ഞാനം ഇൻജക്ട് ചെയ്തുകൊണ്ടാണ് ഉമ്മ പറഞ്ഞയക്കുന്നത്. എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നറിയുമോ? മഹാനവറുകൾ ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ അതാ ബഗ്ദാദിലെ മദ്രസത്തുൻ നിസാമിയ ലക്ഷ്യമായി പുറപ്പെട്ടപ്പോ പ്രിയപ്പെട്ടവരെ, ഹമദാൻ എന്ന് പറയുന്ന വഴിയോരത്തെ പ്രദേശമങ്ങ് വിട്ടുകടന്നപ്പോ ഹമദാൻ എന്ന് പറയുന്ന പ്രദേശമങ്ങ് വിട്ടുകടന്നപ്പോഴാണ് പൊടുന്നനെ അക്രമികളായ കൊള്ള സംഘം എടുത്തു ചാടുന്നത്. കൊള്ള സംഘം എടുത്തു ചാടിയതിനു ശേഷം ആ കൊള്ള സംഘം അതാ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി അടക്കമുള്ള ആളുകളെ പിടികൂടി. എന്തുണ്ടാണ് എന്റെ കയ്യിൽ എടുക്കടാ എന്ന് പറഞ്ഞ് വീര്യത്തോടെ, വാശിയോടെ, ക്രൗര്യത്തോടെ, ശൗര്യത്തോടെ പിടിച്ചു കുലുക്കി ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ എന്റെ മൂല്യവത്തായ സാധനങ്ങളുണ്ട്, ഞങ്ങൾ കൊണ്ടുവന്നത് ഇതൊക്കെയാണ്, എടുത്തോളൂ. അങ്ങനെ ഓരോന്നിങ്ങനെ കയ്യിലേക്ക് കൊടുക്കൂ. ചെറിയ പ്രായക്കാരനായ ഒരു ബിസിനസിന് പുറപ്പെട്ട ആളാണെന്ന് തോന്നിക്കുക പോലും ചെയ്യാത്ത മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ അടുത്തെത്തിയപ്പോൾ കൊള്ളക്കാരിൽ ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിന്റെ കയ്യിൽ വല്ല കാശുമുണ്ടോ? അതെല്ലാം മൂല്യവത്തായ വല്ല സാധനവും നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ കയ്യിൽ 40 ദീനാറുണ്ട്. കൊള്ളക്കാരൻ അവനെ വിശ്വസിച്ചില്ല, കൊള്ളക്കാരന് മൈൻഡ് ചെയ്തില്ല, കൊള്ളക്കാരൻ അവനെ തിരിച്ചുപോയി. കുട്ടിയാണല്ലോ, ചെറിയ പ്രായക്കാരനാണല്ലോ, പലതും പറയുമല്ലോ. ഈ ഒരു ഭാവത്തിൽ അങ്ങ് തിരിച്ചുപോയി. രണ്ടാമതും സംശയവാക്കിയായപ്പോ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? അപ്പോഴും ആവർത്തിച്ചു, 40 ദീനാർ എന്റെ കയ്യിലുണ്ട്. എവിടെയാണടാ 40 ദീനാർ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും കണ്ടുപിടിക്കാൻ
കഴിയാത്ത ഇന്നിതുവരെ പരിശോധനക്ക് വിധേയമാക്കി ഒരുപാട് ആളുകളെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇന്നിതുവരെ വലിയ കൊള്ളക്കാര് കൊള്ള നടത്തിയ സംഘം അവർക്ക് പോലും കാണാൻ പോലും കഴിയാത്ത അതിശീഘ്രത്തായ ഒരു അറയിൽ നിന്ന് കക്ഷത്തിനകത്ത് നിന്ന് 40 ദീനാറും എടുത്തു കൊടുക്കുമ്പോ അതാ കൊള്ളക്കാരൻ നിന്ന് വേർത്തൊലിക്കുകയാണ്. കൊള്ളക്കാരനെ വിറങ്ങലിച്ചിട്ട് പറയുകയാണ്, ഓ കുഞ്ഞുമോനെ, നിന്നയാരെയാ, നിന്നോട് ആരാണ് ഈ സത്യം പറയാൻ എന്നെ പഠിപ്പിച്ചത്? നീ എന്തിനാണ് നിങ്ങൾ 40 ദീനാറ് തന്നത്? നിന്നെ ഞങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഇല്ല ഒരാൾക്കും ഇത് കണ്ടെത്താൻ പോലും കഴിയില്ലല്ലോ. ഇതങ്ങ് പറഞ്ഞപ്പോ മഹാനുഭാവൻ പറയുകയാണ്, എന്റെ ഉമ്മ വീട്ടിൽ നിന്ന് പോരുമ്പോ എന്നോടൊരു കാര്യം പറഞ്ഞു, പൊന്നുപോലെ നീ കളവ് പറയരുത്. ആ ഉമ്മ പറഞ്ഞ എന്നോട് പറഞ്ഞ ഒരു കരാറുണ്ടല്ലോ, ആ കരാറ് ലംഘിക്കാൻ ഞാൻ ഒരിക്കലും ധൈര്യപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ചെറിയ നാളിൽ കൊടുത്ത പോസിറ്റീവ് സ്റ്റോക്ക്, ആ സ്റ്റോക്ക് എത്രത്തോളമാണ് അവിടെ പ്രതിഫലനം ചെലുത്തിയത്. കളവ് പറയല്ല കള്ളന്റെ കയ്യില് പൊന്നിൽ കൊടുത്തോ സഹോദരങ്ങളെ, മഹാനായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഉമ്മ കൊടുത്ത പോസിറ്റീവ് സ്റ്റോക്ക് അതാണ്. ആത്മീയമായ പോസിറ്റീവ് സ്റ്റോക്ക് ചെറുപ്രായത്തിലെ എസ്ക്യൂ പവർ വർദ്ധിപ്പിക്കാൻ, വർദ്ധിപ്പിക്കാൻ മഹാനവറുകൾക്ക് ഇൻജക്ട് ചെയ്ത് കൊടുത്തു. കളവ് പറയാൻ പാടില്ല. അയാളോട് പറഞ്ഞു, കൊള്ളക്കാരനോട് പറഞ്ഞു, അതെ, എനിക്ക് കളവ് പറയാൻ പാടില്ല, പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ആ ഉമ്മയുടെ അടുക്കൽ നിന്ന് ലഭിച്ച വിജ്ഞാനം, ആ ഉമ്മയിൽ നിന്ന് നേടിയെടുത്ത വിജ്ഞാനം, ആ വിജ്ഞാനം കൊണ്ട് എന്റെ സഹോദരങ്ങളെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്ന് അറിയുമോ? അവിടെ കൂടിയ കൊള്ളക്കാരായ ആളുകളുടെ തലവന്റെ അടുക്കലേക്ക് ഈ കൊച്ചു കുട്ടിയുടെ കൈയും പിടിച്ചങ്ങ് കൊണ്ടുപോവുകയാണ്. കൊള്ള തലവനോട് പറഞ്ഞു, ഈ കുഞ്ഞു കാണിച്ച അത്ഭുതം നിങ്ങൾക്ക് മനസ്സിലായോ? എന്റെ മനസ്സിന്റെ അകത്തവങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കി തന്നു ഈ കുഞ്ഞുമോൻ. ഈ കുഞ്ഞുമോൻ എന്താണ് ചെയ്തതെന്നറിയുമോ? ഈ കുഞ്ഞുമോനതാരും കാണാതെ ഒളിപ്പിച്ചു വച്ച 40 ദീനാറിന്റെ കയ്യിൽ കണ്ടിട്ട് എനിക്ക് സന്തോഷത്തോടെ ദീനുൽ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാനുള്ള വഴിയാണ് തെളിയിച്ചു തന്നത്. ഇതങ്ങ് കൊള്ളത്തലവനോട് പറഞ്ഞപ്പോ കൊള്ളത്തലവനും അത്ഭുതപ്പെട്ടു. ഈ ചെറുപ്രായത്തിൽ ഈ കുഞ്ഞുമോൻ ചെയ്ത സംഭവം കണ്ട അത്ഭുത സ്തബ്ധരായി. അവിടെ നിന്ന് കൊള്ളത്തലവന് ആളുകളെ മുഴുവനും വിളിച്ചു കൂട്ടി എല്ലാവരിൽ നിന്നും പിടിച്ചെടുത്ത സാധനമെന്ന് ഹമദാൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നു തന്നെ തിരിച്ചു കൊടുത്തതിന് ശേഷം കൊള്ളക്കാരെല്ലാവരെയും ഒന്ന് വിളിച്ചു കൂട്ടി മീറ്റിംഗ് കൂടുന്നു. കൊള്ളക്കാരോട് ചോദിക്കുന്നു, നമുക്കൊന്ന് തൗബ ചെയ്ത് മടങ്ങിക്കൂടെ? നമ്മൾ അപരാധികളായ എത്ര വർഷമാണ് നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടിയത്? നമ്മൾ അമളാല മറന്ന് അള്ളാനെ ധിക്കരിച്ച് എത്ര വർഷമാണ് നമ്മൾ കഴിച്ചു കൂട്ടിയത്? അതുകൊണ്ട് നമുക്കൊന്ന് മടങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നതാ കൊല്ലക്കാര് പറഞ്ഞ വർത്തമാനം, അന്ത മുഖദ്ദമുനാ ഫീ ഖത്ഇ ത്വരീഖ്, അന്ത മുഖദ്ദമുനാ ഫീ ഖത്ഇ ത്വരീഖ്. അതേ, ഓ കൊള്ളത്തലവനായ കൊള്ളക്കാരനായ ഞങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയിരുന്ന
ഞങ്ങളുടെ അപരാധങ്ങൾക്കെല്ലാം കൂട്ടിരുന്ന ഞങ്ങളുടെ നേതാവായി നിങ്ങൾ ഒരുപാട് കാലം നിങ്ങൾ വിരാജിച്ചുവല്ലോ. ആ കാലമത്രയും നിങ്ങളാണ് ഇതിന്റെ നേതൃത്വം നൽകിയത്. നിങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ നേതാവ്. തൗബക്കും ഞങ്ങൾക്ക് നേതൃത്വം നൽകൂ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം, ആലോചിക്കണം. അവിടെ ആ സംഘം ആളുകൾ മുഴുവനായതാ തൗബ ചെയ്തെന്ന് മടങ്ങി എന്നത് ചരിത്രമാണ്. എന്ത് വലിയ മാറ്റം! ആ ഒരു കുഞ്ഞുമോൻ, ആ ഒരു ചെറിയ മോൻ ആ ഒരു സമൂഹത്തിന്റെ ഒരു മെസ്സേജ് അങ്ങ് കൈമാറിയപ്പോൾ അബദ്ധ സഞ്ചാരികളായ, അധർമ്മകാരികളായ, അനീതിയുടെ പ്രതിരൂപങ്ങളായി അറിയപ്പെട്ടിരുന്ന ഒരു സംഘം എല്ലാം പത്തി മടക്കി അവരുടെ ഊരിയെടുത്ത ഉശിരും അമ്പുമെല്ലാം ആവനാഴിയിൽ നിന്ന് തിരിച്ചു വെച്ച് ഇസ്ലാമിന്റെ സൗന്ദര്യത്തിലേക്ക്, ഇസ്ലാമിന്റെ തീരത്തേക്ക് അവർ അണയുകയാണ്. ഇതാണ് മഹദി അവർക്ക് കൊടുത്തത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നല്ല ആത്മീയമായ വിജ്ഞാനം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് നിങ്ങളെയും അനുസ്മരണ പരിപാടിക്ക് ക്ഷണിച്ചത്. ഇതൊന്ന് പറയാനാണ്. നമ്മുടെ ഉമ്മമാർ മദ്രസ, ഉമ്മയാണ് മദ്രസ. ഹമദാൻ മദ്രസക്ക് വരുന്നതിന് മുമ്പ് ഉമ്മയാണ് മദ്രസ. ഹമദാൻ മദ്രസയുടെ ഉണ്ടെങ്കിൽ ഉമ്മ തന്നെയാണ് മദ്രസ. ആ ഉമ്മക്ക് കിട്ടുന്ന ഒരു പ്രായമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. ആ ചെറുപ്രായത്തിൽ ഉമ്മാക്ക് താലോലം പാട്ടി ഉറങ്ങാൻ കഴിയുക, ഉമ്മാക്ക് നല്ല വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കാൻ കഴിയുന്ന 2-2.5 വയസ്സുണ്ടല്ലോ. അത് നന്നായി ഉപയോഗപ്പെടുത്താൻ എന്റെ ഉമ്മമാര് ശ്രമിക്കണേ. ഇല്ലെങ്കിൽ പിന്നെ എന്റെ മകൻ അങ്ങനെയായി പോയി, എന്റെ മകൻ ഇങ്ങനെയായി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാര് ശ്രദ്ധിക്കേണ്ടത് മക്കൾക്ക് നല്ല ആത്മീയ ജ്ഞാനം പകർന്നു കൊടുക്കാനാണ്. കണ്ടില്ലേ നമ്മളിവിടെ സ്മരിക്കുന്ന മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ കുടുംബമെടുത്ത് പരിശോധിച്ചാൽ പട്ടിണിയും പരിവട്ടവുമാണ്. പട്ടിണി തീർന്നിട്ടെല്ലാം മാനവരുടെ ആത്മീയ വിജ്ഞാനത്തിന് പോയത്. ബഗ്ദാദിലേക്ക് പോകുമ്പോഴേ 40 ദിനാർ അങ്ങിങ്ങായി സ്വരൂപിച്ചതാണ്. എവിടെ നിന്നോ ഒപ്പിച്ചെടുത്ത 40 ദിനാറാണ് കൊടുത്തഴക്കുന്നത്. വാപ്പയില്ലാത്ത കുടുംബത്തിന്റെ പ്രയാസം പറയേണ്ടതില്ലല്ലോ. അത്രയും പ്രയാസമുള്ള ഒരു ജീവിതത്തിൽ നിന്നാണ് മഹാനവர்கள் ആത്മീയ ലോകത്തിന്റെ പറുദീസകളിൽ വിരാജിച്ചതെങ്കിൽ ആത്മീയ ജ്ഞാനം മുഖരാങ്ങൾ വിട്ടാല് നിങ്ങളുടെ വീട് ഒരിക്കലും തന്നെ പട്ടിണിയിലേക്ക് അകപ്പെടില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ നല്ല രക്ഷയുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സ്മരിക്കുന്ന മഹാന്മാരുടെ ചരിത്രമെല്ലാം എടുത്ത് പരിശോധിക്കുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാ പ്രിയപ്പെട്ടവരെ. എല്ലാവരും നല്ല ആത്മീയമായ വിജ്ഞാനം കരഗതമാക്കിയവരാണ്. റിഫായി തങ്ങൾ എടുത്തോ, നിങ്ങൾ എത്രയാ വിജ്ഞാന ശാഖകൾ പഠിച്ചെടുത്തത്. നമ്മൾ പറയുന്ന മഹാനായ നമ്മുടെ തങ്ങളുപ്പാപ്പ, നമ്മുടെ ഉള്ളാൾ തങ്ങളുപ്പാപ്പ എത്രയാ പ്രിയപ്പെട്ടവരെ പഠിച്ചത്. തങ്ങളാണ് എന്ന നിലക്കു തന്നെ ഇപ്പോൾ ടാലന്റ് കൊണ്ടാ മാനവർകൾ കടന്നു വരുന്നത്. ജീവിതത്തിൽ ആദ്യമേ കിട്ടുന്ന ഏറ്റവും വലിയ ബെനഫിറ്റാണത്. അതും തന്റെ കുക്കിലൊതുക്കിയതോടൊപ്പം ഭൗതികവും ആത്മീയവുമായ എല്ലാ ശാഖകളിലും മഹാനവറുകൾക്ക് തികഞ്ഞ ജ്ഞാനമുണ്ടായിരുന്നു. കണ്ടില്ലേ നിങ്ങൾ, ആത്മീയമായ വിജ്ഞാന ശാഖകളിൽ ആഴത്തിൽ അറിവുള്ള മഹാപണ്ഡിതനായിരുന്നു മഹാനായ ഉള്ളാൾ തങ്ങളവറുകൾ. മഹാനവറുകൾ ദർസ് നടത്തിയിരുന്ന മദനി കോളേജിൽ പഠിച്ചവർക്കറിയാം. അവിടെ നിന്നവരെല്ലാം പറയുന്നത് കേൾക്കാനേ നമുക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ആ പള്ളിയുടെ അകത്തളങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ദർസ് നടത്തി കൊടുക്കുമ്പോൾ അവിടെ ഓതിക്കൊടുക്കുന്ന ഗ്രന്ഥമേതാണ്? മഹാനായ ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫയാണ്. ആ തുഹ്ഫ എന്ന് പറഞ്ഞാൽ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമാണ്.
അറിഞ്ഞിരിക്കണം, നമ്മൾ പഠിച്ചിരിക്കണം മഹാനവറുകളെ വായിക്കുമ്പോ. കാരണം എന്താണ്? ആ കിതാബ് നോക്കാതെ ദർസ് നടത്തുന്നു. എന്തു വല്ലാത്ത ദർസാണ്! മഹാനവറുകളുടെ ആഴമേറിയ വിജ്ഞാനം കൊണ്ട് ആ ശിഷ്യഗണങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പവറുള്ള ആലിമായിരുന്നു മഹാനായ തങ്ങളുപ്പ. മഹാനവറുകളാണ് നല്ല ഗ്രന്ഥങ്ങൾ, ഹംദുള്ള പോലെയുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങളെല്ലാം മഹാനവറുകൾ കാണാതെ ദർസ് നടത്തുന്നു. അതുപോലെ തന്നെ ഹിക്കമെന്ന് പറയുന്ന ആത്മജ്ഞാനത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം മഹാനുഭാവനന്റെ പ്രിയപ്പെട്ടവരെ കാണാതെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ വരുമ്പോ മക്കളെ കാണാതെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ഈ കിതാബ് ഏതാണ് ഗ്രന്ഥം എന്നറിയുന്നത് നിങ്ങൾക്ക് തൊഴുത്തു എന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ള അറിവില്ലാത്ത പണ്ഡിതന്മാരിൽ നിങ്ങളൊക്കെ വിളിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ആ ഗ്രന്ഥങ്ങൾ നോക്കി അർത്ഥം വെക്കുമ്പോൾ വരെ പ്രയാസം ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോ ഉസ്താദുമാരോട് വിളിച്ച് ഞങ്ങൾ ചോദിക്കുകയാണ്, ഇതിന്റെ എങ്ങോട്ടാണ് മടക്കേണ്ടത്? ഇതിന്റെ ആശയം എന്താണ്? ഈ ഭാഗത്തൊന്ന് ഹെൽപ്പ് ചെയ്തു തരുമോ, വിശദീകരിച്ചു തരുമോ? അത്രയും പവറുള്ള ഒന്നാം നമ്പർ ഗ്രന്ഥമാണ് മഹാനുഭാവന് ഹിഫ്ളാക്കി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ വിധത്തിലുള്ള വിജ്ഞാന ശാഖകൾ പഠിച്ചെടുത്തവരാണ് മഹാന്മാർ. അതാണ് ഉള്ളാള് തങ്ങളുപ്പാപ്പയുടെ ഏറ്റവും വലിയ പവർ. ഇൽമ കൊണ്ട് മരണം വരെ ജോലിയായി എന്നതാണ്. അതുപോലെ തന്നെ വൈലത്തൂര് തങ്ങളുപ്പാപ്പയെ കുറിച്ച് പറയുമ്പോ ഈ വിധത്തിലെ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുന്ന നല്ല നല്ല സ്ഥാപനങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തു എന്നതാണ്. നല്ല അലമീങ്ങൾക്ക് സംരക്ഷണം നൽകി അലമീങ്ങളായ ആളുകൾക്ക് വലിയ വലിയ പ്രതിസന്ധികൾ വന്നപ്പോ നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞു. ആ ഒരു വലിയ ആത്മീയമായ പകർകൊണ്ടാണ് അലിമീങ്ങൾക്ക് വലിയ വലിയ ദർസുകൾ നടത്തുന്നത്, വലിയ വലിയ മതകലാലയങ്ങൾ കൊണ്ട് നടത്തുന്നത്. ഇന്ന് മഹാനവറുകളുടെ ഉറൂസ് അതല്ലെങ്കിൽ അനുസ്മരണ പരിപാടി നടക്കുകയാണ് മദീനത്തു സിയം എന്ന് പറയുന്ന ഒളവണ്ണയിലെ സ്ഥാപനത്തില്. പ്രിയപ്പെട്ടവരെ, അവിടെ വെച്ച് മഹാനവറുകൾ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നില്ലേ? എന്താ കാരണം? മഹാനവറുകളെ ആ സ്ഥാപനത്തിന് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പൊ ഒന്നുകിൽ നീ അലിമാവാനും ശ്രമിക്കണം, അതല്ലെങ്കിൽ നീ അലിമനെ സ്നേഹിക്കുന്നവനാവണം, ഇൽമിന്റെ സംരംഭങ്ങളോട് നന്മ പുലർത്തുന്നവനാവണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ ഇവരൊക്കെ നല്ല ആലിമീങ്ങളോടൊപ്പം എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇതാണ് അവരുടെ പവർ. നമ്മുടെ മക്കളെയൊക്കെ പരമാവധി നമ്മൾ ആത്മീയമായ കലാലയങ്ങളോട് അടുപ്പിക്കണം. ഇന്ന് ഭൗതികമായ എത്ര നമുക്ക് കിട്ടുമോ അത്രയും നമ്മൾ തെരഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതികമായ വിജ്ഞാനങ്ങൾ എത്ര നമുക്ക് കിട്ടോ, ഇതാണ് നമ്മൾ ഇങ്ങനെ തെരഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭൗതികമായ വിജ്ഞാനം നേടുന്നതുകൊണ്ട് ഈ ലോകത്ത് മാറ്റങ്ങളുണ്ട്. ഇന്നത്തെ പത്രം നിങ്ങൾ എടുത്തു നോക്കുന്നു. ഇന്നത്തെ പത്രം നമ്മൾ എടുത്തു മറിച്ചു നോക്കിയാലും കൊലപാതകങ്ങൾ, വിദ്യാഭ്യാസത്തിന് ഒരു കുറവുമില്ല. ഒരു കുറവുണ്ടായിട്ടല്ല ഇതൊന്നും നടക്കുന്നത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് എല്ലാം തികഞ്ഞ നല്ല ഭൗതികന്മാരായ വിജ്ഞാനത്തിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കയർത്ത് പല വിഷയങ്ങളിലും കൊലപാതകങ്ങളിലേക്ക് എത്തിച്ചേർത്ത് കൊല ചെയ്ത്, അതല്ലെങ്കിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാർ തന്നെ ഇപ്പൊ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. വിജ്ഞാനമില്ലാത്തതിന്റെ പേരിലല്ല, വിജ്ഞാനമില്ലാത്തതിന്റെ ഉറവല്ല. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയത്ത് നാസി എന്ന് പറയുന്ന
ലോകത്തെ ഒരുപാട് ആളുകളെ ചുട്ടരിച്ചു കൊന്ന പ്രസ്ഥാനം നിങ്ങൾക്ക് അറിയാം, വിശദീകരിക്കേണ്ടതില്ല. ആ നാസിയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുകയാണ്. ആ മനുഷ്യൻ ലോക സമൂഹത്തിന് ഒരു ലെറ്റർ ലോക സമൂഹമേ അദ്ദേഹം എഴുതുകയാണ്. ജനങ്ങളെ നിങ്ങൾ വായിക്കണം. അയക്കുന്ന ആളുടെ പേരെല്ലാം എഴുതിയിട്ട് ഒരു ലെറ്റർ ലോക സമൂഹത്തിന് വായിക്കാം. എന്താണ് അയാൾ പറയുന്നത്? ലോക സമൂഹമേ നിങ്ങൾ വായിക്കണം, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ഒരു കണ്ണുകളും കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് ഞാൻ കണ്ടത്. ഒരു കാതുകൾക്കും കേൾക്കാൻ കഴിയാത്ത ദീനരോധനങ്ങളാണ് എനിക്ക് കേൾക്കേണ്ടി വന്നത്. ഒരു മനസ്സും ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാഴ്ചകളും വർണ്ണനകളുമാണ് ഞാൻ അയവിറക്കേണ്ടി വന്നത്. ഞാൻ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് എനിക്ക് അനുഭവപ്പെടേണ്ടി വന്നു. കാരണം എന്താണ്? അവിടെയുള്ള ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ മുഴുവനായി ചുട്ടരിച്ചു കൊല്ലാൻ ഗ്യാസ് ചാമ്പർ നിർമ്മിച്ചിരുന്നതാരാണെന്നറിയുമോ? അതാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെയുള്ള നല്ല പരിജ്ഞാനമുള്ള എഞ്ചിനീയർമാരായിരുന്നു. അവിടെയുള്ള പാവപ്പെട്ട ആളുകളെ ഇഞ്ചക്ഷൻ ചെയ്ത് വിഷാംശത്തിലൂന്നിയ ഇഞ്ചക്ഷനുകൾ അവർക്ക് പകർന്നു കൊടുത്തതല്ലെങ്കിൽ അവരുടെ തൊലികളിലേക്ക് കയറ്റിക്കൊണ്ടിരുന്നതാരാണെന്ന് അറിയുമോ? അത് നല്ല ഒന്നാം പറയും BBS പാസ്സായവരായിരുന്നു. അവിടെയുള്ള ഒരുപാട് നല്ല യുവതി യുവാക്കന്മാരെ കൊലപ്പെടുത്തിയതാരാണെന്നറിയുമോ? അത് അവിടെയുള്ള നല്ല വിദ്യാസമ്പന്നരായ ഒന്നാം നമ്പർ കമാൻഡോകളായിരുന്നു. ഇതിനൊക്കെയാണ് വിദ്യാഭ്യാസമെങ്കിൽ, ഇതിനൊക്കെയാണ് ഭൗതിക വിദ്യ നിങ്ങൾ അഭ്യസിക്കുന്നത് എങ്കിൽ, ഓ സമൂഹമേ, ലോകമേ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, എന്തിനാണ് നമ്മൾ ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നത്? കലാലയങ്ങളെ നിങ്ങൾ അടച്ചുപൂട്ടുക, നിങ്ങൾ കലാലയങ്ങൾ ക്ലോസ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഗുരുകുലങ്ങളിലേക്ക് മക്കളെ നിങ്ങൾ പറഞ്ഞയക്കരുത്. കാരണം ഇതാണ് നമുക്ക് റിസൾട്ടായി ലഭിക്കുന്നതെങ്കിൽ എന്തിനാണ് നമ്മൾ മക്കളെ പറഞ്ഞയക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തി അവിടെ നിന്ന് അനുഭവക്കുറിപ്പോടെ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച കത്തിന്റെ വിശാംശം, ഇതിന്റെ വിശദീകരണം ഇതാണ് എങ്കിൽ, പ്രിയപ്പെട്ട പൊന്നുമ്മമാരെ, പൊന്നു സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം. നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയുമോ? ഭൗതികമായ വിജ്ഞാനം കൊണ്ട് നമ്മൾക്ക് വിജയിക്കാൻ സാധ്യമല്ല. അതല്ലേ മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യ ബ്രേക്കടോ. ഭൗതികമായ വിജ്ഞാനമെന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നിങ്ങൾക്കറിയാൻ കഴിയുമോ? മഹാന്മാര് ചോദിക്കുകയാണ്, ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ. ഇവിടെ ഒരു വാഹനമുണ്ട്, നല്ല ഓടി കാർ ഇവിടെയുണ്ട്, കോടിക്കണക്കിന് രൂപ കൊടുത്തു വാങ്ങിയ ഓടി കാർ ഇവിടെ ഇരിക്കുന്നു. പക്ഷെ അതിന് ബ്രേക്കില്ലെന്ന് പറയുമ്പോ അതെടുത്തു പോകാൻ ബുദ്ധിയുള്ള അന്തമുള്ള ഒരു ഡ്രൈവർക്ക് സാധിക്കുന്നില്ല. അപ്പുറത്ത് തല്ലിപ്പൊടിയായി കിടക്കുന്ന ഒരു ഇൻഡിഗോയുണ്ട്, ആ ഇൻഡിഗോ എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. അതെന്താ കാരണം എന്നറിയുമോ? അതിന് ബ്രേക്ക് കണ്ടീഷൻ നല്ല സെറ്റപ്പാണ്. ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഭൗതിക വിദ്യാ വാഹനം കൊള്ളാമടോ. നല്ല കാണാൻ ചന്തമുള്ള വിലമതിക്കുന്ന നല്ല കോസ്റ്റ്ലിയായ നല്ല ഒന്നാം നമ്പർ കാറാണ് ഓടി എന്ന് പറയുന്നത്. പക്ഷേ അതിന് ബ്രേക്ക് സംവിധാനമില്ല എങ്കിൽ എല്ലാം നിലച്ചു പോവുകയാണ്, എല്ലാം നിലച്ചു പോവുകയാണ്. ഇതുപോലെയാണ് ഭൗതികമായ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ. കാരണം ഭൗതികമായ വിജ്ഞാനം
വിജയത്തിന് വേണോ? MBBS എന്റെ മോനെടുത്തിട്ടുണ്ട്, എന്റെ മോന് നല്ല IPS കാരനാണെന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കും. പക്ഷെ അവസാനം ആ ഉമ്മയും ബാപ്പയും അന്ത്യത്തിലോട്ടെടുക്കുമ്പോൾ അവർ പ്രായം വന്ന് ജീവിതത്തിന്റെ സായം സന്ദേശത്തിൽ നിൽക്കുമ്പോ പ്രിയപ്പെട്ടവരെ അവരെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിദാരുണമായ കാഴ്ചയിലെ നമുക്ക് കാണാൻ കഴിയുന്നത് മുസ്ലിം തറവാട്ടിൽ പിറക്കാത്തത് കൊണ്ടല്ല, അവൻ പഠിച്ച വിജ്ഞാനത്തെ ഉമ്മയോടും ഉപ്പയോടും കൊടുക്കേണ്ട ധാർമ്മികമായ ബോധം അതവന് പഠിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന പൊന്നുമ്മ, പൊന്നു പെങ്ങളെ, പൊന്നു സഹോദര, ഇവിടെ ഹമദാൻ എന്ന് പറയുന്ന നാമധേയത്തെ ഒരു സുന്നി സെക്കൻഡറി മദ്രസ നടക്കുന്നു. അതിലേക്ക് നിർബന്ധ ബുദ്ധിയാനികളെ നിങ്ങൾ മക്കളെ പറഞ്ഞേക്കണേ, പഠിപ്പിക്കണേ. പറഞ്ഞു തരാനേ കഴിയുള്ളൂ, നിങ്ങളെ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇവിടെ ആത്മീയമായ ക്ലാസുകൾ നടക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും പുരുഷന്മാർക്കുള്ള ക്ലാസ് നടക്കുന്നു. പൊന്നുമോനെ, നിന്റെ ആഹാരം രക്ഷപ്പെടണമെങ്കിൽ നീ പങ്കെടുത്തോ, വല്ലതും അതിൽ നിന്നും നിനക്ക് ലഭിക്കോ. പൊന്നു പെങ്ങളെ, ഉമ്മ, സഹോദരി, നിങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഇവിടെയുണ്ട്. അതിൽ നിങ്ങൾ വന്നോ, നിങ്ങൾക്ക് ആത്മീയമായി വിജയിക്കാൻ കഴിയോ. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ശ്രമിക്കുന്നവരെ ഞാൻ പറയട്ടെ, ഭൗതികമായി നാളെ ഏത് നേട്ടം നേടിയിട്ടുണ്ടാകില്ല. ആത്മീയമായ ഒരു സെറ്റപ്പ് നമുക്ക് വന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ തകരാറിലായി പോകുന്നു. ഇന്ന് ഉമ്മയെ തിരിഞ്ഞു നോക്കാത്തവര്, വാപ്പയെ തിരിഞ്ഞു നോക്കാത്തവര്, കുടുംബം പോറ്റാത്തവര്, നല്ല വൈവാഹിക ജീവിതത്തിലേക്ക്, നല്ല ദാമ്പത്യ ബന്ധങ്ങളിലേക്ക് കൊണ്ടുവന്നിരുന്ന തന്റെ പ്രിയതമയെ പോലും തിരിഞ്ഞു നോക്കാത്തവരായി മാറുന്നതിന്റെ കാരണം അവർക്ക് ബാക്ക്ഗ്രൗണ്ട് റെഡി ആയിട്ടില്ല, ആത്മീയ പരിജ്ഞാനം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആവശ്യപ്പെടുന്നു, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനും നിങ്ങളും ഭൗതികമായ വിജ്ഞാനം എന്റെ മകന് ആവശ്യമായി വരുമ്പോ ജൂൺ ജൂലൈ മാസങ്ങളിലെ പത്രങ്ങളെ എടുത്തു നോക്ക്. നമ്മുടെ മക്കളെ ചേർക്കാൻ വലിയ കലാലയങ്ങളിൽ കൊണ്ടുപോയി അഡ്മിഷൻ ലഭിക്കാൻ, അതിൽ ഒരു തലത്തിൽ എന്റെ മകൻ എത്തിപ്പെടാൻ തന്റെ വാപ്പ എത്രയാ പരിശ്രമിക്കുന്നത്, എന്റെ ഉമ്മ എത്രയാണ് കഷ്ടപ്പെടുന്നത്. ഉമ്മയും വാപ്പയും അതാ കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ടുകൊണ്ട് തന്റെ ഉമ്മാക്ക് തന്റെ ഉമ്മാക്ക് ആശങ്കയാണ്, വാപ്പാക്ക് ആകുലതയാണ്. എന്താ എന്റെ മോന് ഒരു സീറ്റ് കിട്ടിയിരുന്നെങ്കില് എത്ര നന്നായിരുന്നേ ഈ കലാലയത്തിന്. എന്നിങ്ങനെ ഭൗതിക കലാലയങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്ന പൊന്നുമ്മ, പൊന്നു സഹോദരി, ഒരു കാര്യം പറയട്ടെ, നാളെ നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളുടെ ഖബറിന്റെ അടുക്കൽ വന്ന് അസ്സലാമു അലൈകി യാ ഉമ്മി, ഓ ഉമ്മ, അസ്സലാമു അലൈക യാ അബീ, ഓ എന്റെ പൊന്നുവാപ്പ, എന്ന് പറയാൻ നമ്മുടെ മക്കൾ വേണോ? ആത്മീയ വിജ്ഞാനം കൊടുത്തോ? ഇവിടെ നിന്ന് തന്നെ പരിസരത്ത് നിറഞ്ഞ ഒരു വാർത്ത കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. തന്റെ വാപ്പാനോട് ഓടാ നിന്റെ നാട്ടിലേക്ക് ഒരു ചെറിയ മോന് പറഞ്ഞു എന്നറിഞ്ഞപ്പോ എന്റെ മനസ്സ് വേദനിച്ചു പോയി. നീ ഇവിടത്തുകാരനല്ല, ഏതോ രാജ്യത്തുകാരനായ എന്താ നീ ഇവിടെ എന്റെ വീട്ടിലിരിക്കുന്നത് എന്ന് 15 20 വയസ്സ് പോലും പ്രായമാവാത്ത കൊച്ചുമോനെ ഈ മഹാന്മാരാക്കി ഇറങ്ങുന്ന ഈ പാറപ്പള്ളിയിൽ നിന്ന് ചോദിച്ചു എന്നറിയുമ്പോൾ ആത്മീയമായ വിജ്ഞാനത്തിന് നമ്മളെ 0 ഡിഗ്രിയിലാണെന്ന് മനസ്സിലാക്കിക്കോ. ഇതാ മഹാന്മാരുടെ ജീവിതം വായിക്കുമ്പോ നമുക്ക് ലഭിക്കേണ്ടത് നമ്മളൊന്നുമല്ല, നമ്മുടെ സമ്പൂജ്യരാണ്. അതിന് സംതൃപ്തി കൊള്ളേണ്ടതില്ല, എനിക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട് എന്ന് അഭിമാനിക്ക
നിൽക്കേണ്ടതില്ല. ഇതൊക്കെ അങ്ങ് പോകും പ്രിയപ്പെട്ടവരെ. ഒരു കാലത്ത് ആരോഗ്യം ക്ഷയിച്ച് എന്താ പൊന്നുമോനെ അല്പം ഭക്ഷണം വാങ്ങിക്കൊണ്ട് വേണ്ട എന്ന് പറയുന്ന ഒരു കാലം നമുക്ക് വരാനുണ്ട്. അന്നുപോലും നമ്മുടെ മക്കളെ നമ്മൾക്ക് ഉപകാരപ്പെടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശബ്ദം ധരിക്കുന്ന പൊന്നുമ്മ, പൊന്നു സഹോദര, 7ാം ക്ലാസ് മകന് പാസ്സായപ്പോ മതി അത്യാവശ്യമൊക്കെ അവന് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ദീനീ വിജ്ഞാന കലാലയങ്ങളോട് ത്വരാക ചെല്ലണ്ട, പിന്തിരിയണ്ട. കാരണം ഭൗതിക വിദ്യ വാഹനം കൊള്ളാമല്ലോ. നല്ല കാണാൻ ചന്തമുണ്ടാകും, നല്ല കാണാൻ സൗന്ദര്യമുണ്ടാകും. പക്ഷെ ആത്മീയ വിദ്യ അതിന്റെ വാഹനം പോലെയായി നമ്മുടെ മക്കൾ മാറും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. മഹാന്മാരൊക്കെ കണ്ടെത്തിയത് സമയം കണ്ടെത്തിയത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ മദ്രസയെ കുറിച്ച് പറഞ്ഞപ്പോ മദ്രസ പ്രസ്ഥാനം കേരളത്തിൽ വളർത്താൻ ഈ കേരളത്തിന് മദ്രസ പ്രസ്ഥാനം എന്ന ഒരു ആശയം അല്ല, ലോകത്തിൽ തന്നെ പറയാം. ഈ സെറ്റപ്പോടെ അടുക്കും ചിട്ടയോടും അടിച്ചു കൊടുത്തു മഹാനവറുകൾ. അല്ലാഹു തആല അതിന്റെ സവാബ് ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ പഠിക്കുന്ന ഓരോ ഹർഫിന്റെയും സവാബ് മഹാനവറുകളുടെ ഖബറകത്തേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. മഹാന്മാരെപ്പോ സെലക്ട് ചെയ്തത് ആഖിറത്തെയാണ്, ആത്മീയമായ ജീവിതത്തെയാണ്. എന്തുകൊണ്ട് ഇവർ ഈ ജീവിതത്തിൽ അവർ ആത്മീയ തലങ്ങൾ നേടിയെടുത്തു? ഇത് നമ്മൾ പഠിക്കണം. കാരണം ഈ ആത്മീയമായ ജീവിതത്തെ അവരെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ആ വിജ്ഞാനം കൊണ്ടേ നമുക്ക് ലോകത്തും വിജയിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ശത്രുവായ നമ്മെ എപ്പോഴും തിന്മയുടെ ലോകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്ലീസുൽ ലഈൻ എന്ന് പറയുന്നവൻ പ്രിയപ്പെട്ടവരെ നമ്മോട് ഓരം ചേർന്നിരിക്കുന്നുണ്ട്. അവൻ സദാ സമയത്തും നമ്മോട് ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. അവൻ നമ്മെ പിഴപ്പിക്കുന്ന, നമ്മെ ഏത് കോലത്തിനാണ് അവൻ വന്ന് പിഴപ്പിക്കുകയെന്നറിയില്ല. കുഞ്ഞുയുവാക്കളെ, നിങ്ങളുടെ കാതുകളിലേക്ക് നല്ല മന്ത്രങ്ങൾ പറഞ്ഞു തരും. ഓ യുവാവേ, ഇത് അടിച്ചു പൊളിക്കാനുള്ളതാണ്. പൊന്നു യുവാവേ, നിന്റെ പ്രായമത്രേ, ഇതാടോട് സത്സംഗ മോനെ ഒന്ന് അടിച്ചു പൊളിക്കടാ. ഒന്ന് നീ നന്നായി അടിച്ചു പൊളിച്ച് ഭൗതിക ലോകത്തിന്റെ എല്ലാം നീ ആസ്വദിക്കടാ. കാരണം എന്താ, നീ വരാനുള്ള ഒരു സമയമുണ്ട്. കാരണം 60ന്റെയും 70ന്റെയും ഇടയിലല്ലേ നീ മരിക്കുന്നത്. അപ്പൊ തൗബ ചെയ്ത് മടങ്ങിയാൽ നിനക്ക് രക്ഷയല്ലേ. ഇതിന് നല്ല വിജ്ഞാനമായി ഇങ്ങനെ പകർന്നു കൊടുക്കുമ്പോ അന്തമില്ലാത്ത, ബുദ്ധിയില്ലാത്ത ഹെഡ്സെറ്റും വെച്ചതോ കാതേതോ ആളുകൾ പഠിച്ചിരുന്ന കൽപ്പിതങ്ങളായ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതേ കൊട്ടും തിരിഞ്ഞിട്ടും തിരിയാത്ത കടകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒളിയൊളിയൻ കാടുകളിൽ നിന്നിറങ്ങിയ വംശനാശം സംഭവിക്കുന്ന ജീവിയെ പോലെ മുന്നോട്ട് വെച്ചുകൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രീക്കന്മാർക്ക് തോന്നും അതേ ജീവിതം ഇനിയും വരാനുണ്ടല്ലോ, തൗബ ചെയ്തു മടങ്ങാ. അവൻ ആ ചതിക്കുടിയിൽ പെട്ടുപോയി, അവൻ വീണുപോയി. എന്നാ പ്രിയപ്പെട്ടവരെ, ആത്മീയമായ വിജ്ഞാനം അവനുണ്ടായിരുന്നെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ, നിനക്കവിടെ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. എന്റെ കാരണം എല്ലാവരുടെ അടുക്കലേക്കും അതാ പിശാച് വരികയാണ് പിഴപ്പിക്കാൻ. കണ്ടില്ലേ നിങ്ങളെ മഹാന്മാരെ സമീപിച്ചത്? മഹാനായ ശൈഖ് ജീലാനി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്താ കാരണം എന്നറിയുമോ? അല്ലാഹുവിനോട് അവൻ ചെയ്ത ഒരു തീരുമാനമാണ്. പടച്ച റബ്ബേ, ഞാൻ നിന്റെ അടിയാറുകളിൽ നിന്ന് എനിക്ക് ആരൊക്കെ പിഴപ്പിക്കാൻ കഴിയുന്നു അവരെയൊക്കെ ഞാൻ പിഴപ്പിക്കും റബ്ബേ. അതെന്റെ ദൗത്യമാണ്, അതെനിക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോ മഹാനായ
ഒരിക്കൽ വരുന്നു ഇബ്ലീസുൽ ലഈൻ, അഭിശപ്തനായ ഇബ്ലീസ് വന്നിട്ട് മഹാനുഭാവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഓരോരുത്തരുടെയും പണിസറന്നുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഓരോരുത്തരുടെയും മനോഭാവം അറിഞ്ഞ രൂപവും ഭാവവും കൊണ്ടാണ് ഇബ്ലീസുൽ ലഈൻ അവതരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടില്ലേ കേട്ടില്ലേ മഹാനുഭാവന്റെ ചരിത്രത്തിൽ? മാനൊരു വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ചക്രവാളത്തിൽ വലിയ ഒരു പ്രകാശം പ്രത്യക്ഷമാകുന്നു. വലിയ ഒരു പ്രകാശം നല്ല സുന്ദരമായ രൂപത്തിൽ വിരിഞ്ഞിറങ്ങിയതിന് ശേഷം മഹാനുഭാവനോട് പറയുകയാണ്, യാ അബ്ദുൽ ഖാദിർ അന റബ്ബുക, ഓ അബ്ദുൽ ഖാദിറേ അന റബ്ബുക, ഞാൻ നിന്റെ അല്ലാഹുവാണ്. ആരാണ് നിന്നെ പടച്ചത്? ഞാനാണ് നിന്നെ പരിപാലിക്കുന്നത്. അന റബ്ബുക, ഞാനാണ് നിന്റെ രക്ഷിതാവ്, ഞാനാണ് നിനക്കെല്ലാം നൽകുന്നത്. വഖദ് ഹല്ലൽതു ലകൽ മുഹറമാ, വഅബ്ദുൽ ഖാദിറേ നിനക്ക് എല്ലാവിധ ഹറാമായ കാര്യങ്ങളും ഇന്ന് മുതൽ ഹലാലാണ്. അതിന് സർട്ടിഫിക്കറ്റ് തരാനാണ് ഞാൻ വന്നത്. കണ്ടില്ലേ, നിങ്ങളെ ആലിമായപ്പോ ഖുത്ബായപ്പോ അല്ലെങ്കിൽ നല്ല മഹോന്നതമായ പവർ നേടിയെടുത്തപ്പോ അവരെ പഴപ്പിക്കാൻ വരുമ്പോൾ ഇബ്ലീസ് ചെറിയ രൂപത്തിൽ വന്നാ പോരാ. മഹാനുഭാവന്റെ മുന്നില് അല്ലാഹു ആണെന്ന് പറഞ്ഞെന്ന് പ്രത്യക്ഷപ്പെടുന്നു. അല്ലാഹു ആണെന്ന് പറഞ്ഞ് എല്ലാം ഒപ്പം പറഞ്ഞു തീർന്നപ്പോൾ മഹാനുഭാവനമാണ്. എന്നിട്ട് പറഞ്ഞു, അഭിശപ്താപ്പോടാ ഇവിടെ നിന്ന്. എന്നെ പറ്റിക്കാനാണോ നീ ശ്രമിക്കുന്നത്? ഇല്ലടാ, ഇല്ല ഇല്ല, നിനക്ക് കഴിയില്ല. എനിക്ക് പരിജ്ഞാനമുണ്ട്, ആത്മീയ ജ്ഞാനമുണ്ട്. ഇല്ല, എന്നെ പറ്റിക്കാൻ നിനക്ക് കഴിയില്ലടാ. ഞാൻ നിന്റെ മുന്നിൽ തോറ്റുപോവില്ല. അവരുടെ എല്ലാം മദത് കൊണ്ട് നമ്മെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. നോക്ക്, നിങ്ങൾ നീ എന്നെ പറ്റിക്കാൻ വന്നതാ, നീ അല്ലാഹ് എന്ന് പറഞ്ഞു വന്ന ഞാൻ അങ്ങ് വീഴും വിചാരിച്ചോ? കളി ആരോടാ നീ കളിക്കുന്നത്? നിനക്ക് പറ്റുന്നവരോട് കളിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞു. ഓ അബ്ദുൽ ഖാദിറേ, قال إبليس يا عبد القادر نجوت من علمك نجوت مني بعلمك. അതേ അബ്ദുൽ ഖാദിറേ, നീ വിജയിച്ചതെന്തുകൊണ്ടാണെന്നറിയുമോ? നിന്റെ ആത്മീയമായ ജ്ഞാനം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആത്മജ്ഞാനമില്ലെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഭൗതികതയുടെ പ്രമത്തതയിൽപ്പെട്ട് ഇബ്ലീസ് പറയുന്നിടത്തേക്ക് ചലിക്കുകയും ചെയ്യും. അവനനുസരിച്ച് താളം കൊള്ളുകയും അവനോടുകൂടെ നമ്മളെ സല്ലപിക്കുകയും വിഹരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ശ്രമിക്കണം, നമ്മൾ ആലോചിക്കണോ. നമ്മൾ ഒരിക്കലും തന്നെ ഇബ്ലീസിന്റെ ചതിയിൽ വീണുകൂടാ. അതിനത് വേണം, ആത്മീയമായ ജ്ഞാനങ്ങൾ നേടണോ. അതാണ് നമ്മൾ ഇവിടെ സ്മരിക്കുന്ന റിഫായി ഖബറുകളോ മഹാനായ നമ്മുടെ തങ്ങളും പാപ്പയായ ഉള്ളാള് തങ്ങളും വൈലത്തൂര് തങ്ങളടങ്ങുന്നവരെ ആ വിജ്ഞാനം പഠിക്കുകയും അതിന് സേവനം ചെയ്തത്. അതുമാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അവർ പകർത്തുകയാണ്. വിശാലമായി പറയേണ്ടതാണ്, സമയമില്ല. പ്രിയപ്പെട്ടവരെ, മഹാനുഭാവൻ അതല്ലെങ്കിൽ ഈ മഹാന്മാരെല്ലാം ജീവിതത്തിലെ അത് അലമുറിയാതെ ഒരിക്കലും സുന്നത്ത് പോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു. കണ്ടില്ല
പകർത്തിയത്. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് നന്നായി ജീവിതം നയിക്കുന്നു. 40 നൂറ്റാണ്ടോളം വയല് പറഞ്ഞോ നന്നായി 90 കൊലമീരുന്നോ. 40 നൂറ്റാണ്ടോളം വയല് പറയുന്നു, സേവനം ചെയ്തു. 40 നൂറ്റാണ്ട് നിലവേറും ാണ്ട് സുബ്ഹത്തോളുദോ 40 വർഷക്കാലം മഹാനായ അബ്ദുൽ ജീലാനി തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചതെന്തിനാണെന്നറിയുമോ? ഇശാഇനടുത്ത വുദൂ കൊണ്ട് സുന്നത്ത് നിസ്കരിക്കുകയാണ്. സുബ്ഹ് വരെ വുദൂ മുറിയാതെ സുന്നത്ത് നിസ്കരിച്ച് നിദ്രാനിലീനരായ ആളുകൾ ആലസ്യത്തിന്റെ പുതപ്പും പേറി സുഖനിദ്ര പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകളെല്ലാ സുഖ സൗകര്യങ്ങളും വെടിഞ്ഞ് നിദ്രാവിഹീനനാകുന്നു. അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു. പടച്ച റബ്ബേ, നിനക്ക് ഞാൻ ശുക്ർ ചെയ്യുന്നെന്ന് പറഞ്ഞ് അല്ലാഹുവോട് പൊട്ടിക്കരയുന്നു. ഉമ്മമാരെ, നമ്മൾ സുന്നത്ത് പോലും മുറുകെ പിടിക്കാറുണ്ടോ? എന്റെ ചെറുപ്പക്കാരാ സഹോദരങ്ങളെ, നമ്മൾ സുന്നത്തെടുക്കുന്നതിൽ പോലും ഞാനും നിങ്ങളും പിറകോട്ടല്ലേ. ഉള്ളാള് തങ്ങളുപ്പാപ്പയും കുറവല്ല. മാനവറുകളെ കൂടുതൽ പൂർണ്ണമായി നിസ്കരിക്കുന്നു. തഹജ്ജുദും അതുപോലെ വിത്ർ നിസ്കാരം 11 മാനവറുകൾ ജീവിതത്തിന് നിസ്കരിക്കുന്നതായി ആരും കണ്ടിട്ടില്ല. നോക്കൂ നിങ്ങൾ, 11 റക്അത്ത് തന്റെ ജീവിതത്തിലെ രോഗഭക്തനായി കിടക്കുന്ന സാഹചര്യത്തിൽ പോലും മഹാനുഭാവനത 11 റക്അത്ത് നിസ്കരിക്കുന്നു. ഇതാണ് മഹാന്മാര്. തങ്ങളും കുറവല്ല. ദീനീ സേവന രംഗത്തും ആത്മീയമായ ജീവിതത്തിലേക്ക് സാധുകൾ ഉണ്ടാക്കാനും പാഥേയങ്ങൾ ശേഖരിക്കാനും മഹാനവറുകൾ 1-ാം നമ്പറായുണ്ട്. അങ്ങനെ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഈ മഹാന്മാര് ജീവിച്ചപ്പോ ആരെങ്കിലും പടച്ച റബ്ബിനെ ഭയന്നാൽ അവനെ എല്ലാവരും ഭയക്കുമെന്നല്ലേ. അതാണ് നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞത്. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ അവരുകള് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് വിഷസർപ്പം മാനവറുകളുടെ ശിരസിലേക്ക് മേൽഭാഗത്ത് നിന്ന് പൊടിഞ്ഞു വീഴുന്നത്. മഹാനുഭാവൻ അനങ്ങിയില്ല. എന്താ കാരണമെന്നറിയുമോ സഹോദരങ്ങളെ? എന്താ മാനവറുകൾ അനങ്ങാതിരുന്നത്? ചിതറിയോടിയില്ല. കാരണം എന്താണെന്നറിയുമോ? മഹാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. അല്ലാഹുവിനെ മാത്രമേ പേടിച്ചതുള്ളൂ. പടച്ച റബ്ബിനെ മാത്രമേ ഭയന്നതുള്ളൂ. അതെ, ആ പാമ്പ് പേടിച്ചു വിറച്ചു എന്നല്ലാതെ മഹാനുഭാവന് ഒരു കോട്ടവും കണ്ടില്ല. അതുപോലെ തന്നെയല്ലേ ഉള്ളാള് തങ്ങളുപ്പാപ്പ. ഉള്ളാള് തങ്ങളുടെ ചരിത്രം ഞാൻ വിശദീകരിക്കേണ്ടതില്ല. മഹാനവറുകൾ എന്റെ പ്രിയപ്പെട്ടവരെ ഏത് സദസ്സിൽ നിന്നും പറയുന്ന വാക്കാണ്. ആരെയും പേടിയില്ലടാ, എനിക്ക് പടച്ച റബ്ബിനെ മാത്രമേ പേടിയുള്ളൂ. ആ മഹാനുഭാവനൊരു വർത്തമാനം പറഞ്ഞാൽ അല്ലാഹുവിന് ഒരുപാട് മഹാന്മാരുണ്ട്. ആ മഹാന്മാരെങ്ങാനൊരു വർത്തമാനം പറഞ്ഞ കുറിക്കുകൊള്ളുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ. അതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനവറുകളെ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഒരിക്കൽ നമ്മെ വേദനിപ്പിച്ച
സാഹചര്യത്തിലെ ദീനീ വിജ്ഞാന രംഗങ്ങൾക്ക് ക്രൈസിസ് ഉണ്ടാക്കി തന്നപ്പോ മഹാനവറുകൾ ധീരമായ ഒരു പ്രഖ്യാപനം നടത്തി. വരച്ച വരയിലെന്ന് നിർത്തി. കണ്ടില്ലേ നിങ്ങളെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. അത് സംഭവിച്ചു, നമ്മൾ അനുഭവിച്ചു. അതുപോലെ മഹാനുഭാവന് ഒരിക്കലതാ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം, പഠിക്കണം. നമ്മൾ ഇന്ന് മരിച്ചുപോയ മഹാന്മാര്, നമ്മുടെ സമസ്തയുടെ ആനിമീങ്ങളുടെ പവർ നമ്മൾ മനസ്സിലാക്കണേ. ഒരിക്കലതാ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തില് അറബികൾ വന്നിട്ടുണ്ട്, വിദേശ പ്രതിനിധികൾ അണിനിരന്നിട്ടുണ്ട്. ആളുകളെല്ലാം കൂടിയിരിക്കുന്ന അവസരത്തില് വർഷിക്കാറടുത്ത രൂപത്തില് മഴയങ്ങനെ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി വന്നിരിക്കുമ്പോ എല്ലാവരും ഭയന്നുപോയി. കാരണം അവിടെ ഒരു സമ്മേളനത്തിനും ഒരിക്കലും മർക്കസ് ആളുകൾക്ക് പങ്കെടുക്കാറില്ല. അല്ലാഹുവിൽ തവക്കുലാക്കി നല്ല ക്ലൈമറ്റ് പ്രതീക്ഷിച്ച് മഹാന്മാരുടെ നേതൃത്വത്തിലല്ലേ നടക്കുന്നത്. അതൊരിക്കലും ഇന്നതുവരെ വഷളായി പോകാറില്ല. മാനവர்கள் ഇരിക്കുന്ന സദസ്സിലേക്ക് കാർമേഘങ്ങൾ ഇരുണ്ടുമൂടി അവിടെ നിന്ന് മഴങ്ങനെ ചെറിയ രൂപത്തിൽ വർഷിക്കാൻ തുടങ്ങിയപ്പോ അല്ലാഹുമ്മ അലൈനാ വലാ അലൈനാ, പടച്ചോനെ ഇപ്പൊ ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ ഇവിടെ ആവശ്യമില്ല. ഇപ്പൊ പരിസര പ്രദേശങ്ങളിലെ പെയ്യ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ നല്ല ഒരു സമ്മേളനം, ദീനീ സംരംഭം, അതിന്റെ വിജയമാണ് ആവശ്യമെന്ന് മനസ്സിൽ കരുതി അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച മാനവர்கள் ഒരു വിട്ടപ്പോ അനുഭവിച്ചില്ലേ ആയിരങ്ങൾ പതിനായിരങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് കറാമത്ത് ഞാൻ അനുഭവിച്ചു. ആ സദസ്സിനെ ഒരിച്ചുപോലും വീണില്ല. അവിടെ നിന്ന് കുന്നമംഗലത്തിൽ ചെന്ന് നോക്കിയപ്പോ ആളുകൾ അത്ഭുതപ്പെട്ടു. അതാ നല്ല വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തുണ്ട് വെള്ളം ഒഴുകുന്നു, നാല് വശങ്ങളിലുമുണ്ട്. പക്ഷേ ആ പ്രദേശത്ത് അന്ന് മഴ വർഷിച്ചില്ല. അന്ന് സമ്മേളനം വളരെ ഭംഗിയായി നടന്നു. പിന്നീട് നല്ല മഴയും ലഭിച്ചു. അതാണ് അല്ലാഹുവിനെ പേടിച്ച് തഖ്വയോടെ ജനിച്ച മഹാന്മാര്. അവരെ മറ്റുള്ളവർ ഭയപ്പെടുത്തും വിധത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങള്, അവരുടെ സംസാരങ്ങളുള്ളത്. അവർക്ക് ദുനിയാവിലും നഷ്ടമില്ല, ആഖിറത്തിലും നഷ്ടമില്ല. മഹാനായ ഉപ്പാപ്പയുടെ വീട് നിൽക്കുന്നത് എവിടെയാണെന്നറിയുമോ? കേന്ദ്ര ഗവൺമെന്റ് മൊത്തമായി ഏറ്റെടുത്ത, കേന്ദ്ര ഗവൺമെന്റ് സൈനിക അഭ്യാസത്തിന് വേണ്ടി സൈനികമായ ഒരു അക്കാദമി നിർമ്മിച്ച്, നാവികമായ ഒരു അക്കാദമിയുടെ ഒരു പുതിയ തലം മേച്ചിപ്പുറമായി ഏഴിമല എന്ന് പറയുന്ന സ്ഥലത്ത് സെലക്ട് ചെയ്തപ്പോ ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പയുടെ വീട് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് മഹാനവറുകൾ കൊടുത്ത പരാതി കൊണ്ട് ഒഴിവാക്കിയതല്ല. മഹാനവറുകൾ പരാതി കൊടുക്കാൻ നിന്നിട്ടില്ല. അത് പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നു. മഹാനവറുകൾ നിൽക്കുന്ന ആ തറവാട് വീട് നിങ്ങൾക്ക് ഇപ്പോഴും സന്ദർശിച്ചാൽ അറിയാം. അതിന്റെ ഓരത്തിലൂടെ പ്രത്യേകമായ ലൈന് പോകുന്നുണ്ട്. അതെല്ലാം നാവിക അക്കാദമിയുടേതാണ്. അവിടെ നിന്ന് ഉന്നതമായ അധികാരികൾ പറഞ്ഞു, തങ്ങളും പാപ്പയുടെ വീട് അവിടെ നിന്ന് ഒഴിവാക്കണോ? കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മളെ ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിതം സെറ്റപ്പാക്കി നല്ല നിലയിൽ ജീവിക്കുകയും അല്ലാഹുവിനെ തഖ്വ ചെയ്യുകയും അല്ലാഹുവെ ഭയപ്പെടുകയും ചെയ്താൽ നമുക്ക് ഈ ലോകത്തും വിജയമാണ്, നമുക്ക് ഈ ലോകത്തും രക്ഷയാണ്. അതുപോലെയല്ലേ മഹാനായ വൈലത്തൂര് തങ്ങളും പാപ്പ അവരും പറയുന്ന ഒരു വാക്കാണ്, എന്റെ കൂടെ സിയമുണ്ടടാ, എന്റെ കൂടെ സിയമുണ്ട്, ഈ ഒരു പേടിയും പേടിക്കണ്ട, ഞാൻ ഉണ്ടടാ നിന്റെ കയ്യില്, ഞാൻ ഉണ്ടടാ നിന്റെ അടുക്കല് എന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ള ഒരാളോട് മഹാനവറുകൾ മരിച്ച ദിവസം വന്നു പറഞ്ഞു, അവർ ഒരു കേസുമായി ബന്ധപ്പെട്ട്
കൊണ്ട് മഹാനായ തങ്ങളുപ്പാപ്പയെ സമീപിച്ചപ്പോ തങ്ങളുപ്പാപ്പ പറഞ്ഞു, നീ പോടാ നാളെ കോർട്ടിലേക്ക്, നീ എത്തുന്നതിന് മുമ്പ് ഞാനുണ്ടാകും എന്ന് പറഞ്ഞവിടെ നിന്ന് പറഞ്ഞയച്ചു. പക്ഷെ അവര് കരുതേ ഭൗതികമായി മഹാനവർകൾ അവിടെ എത്തുമെന്ന്. ഇല്ല, മഹാനവർകൾ അവിടെ വന്നിട്ടില്ല. പക്ഷെ ഇതുവരെ കേസിൽ അനുകൂലമാക്കി മാറ്റിയിരുന്ന ഒരുപാട് കക്ഷികളുണ്ട്. പക്ഷെ അവർക്കൊന്നും അവിടെ ഹാജരാവാനെന്ന് കഴിഞ്ഞില്ല. മഹാനവർകൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ആത്മീയ നിയന്ത്രണമാണത്. അവിടെ നിന്ന് ആ കേസിൽ പാർട്ടി വിജയിച്ചപ്പോ അവര് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴേ മാനവകൾ പറയുന്നു, ഞാൻ നിങ്ങളെ കേസിൽ വിജയിപ്പിച്ചിരിക്കുന്നു. അവരവരും അങ്ങ് പറഞ്ഞിട്ടില്ല, അപ്പോഴേക്ക് പറഞ്ഞുവെങ്കില് ഇതാണ് മഹാന്മാരില്ല അപർവഹോ, അതെന്ന് ജീവിതത്തിൽ കാണുകയാ. ഒരാള് വന്നിട്ട് പറയുന്നു, എന്റെ ഹാർട്ട് ബ്ലോക്കാണ്, ഇല്ല നിന്റെ ബ്ലോക്ക് എന്റെ ബ്ലോക്കിലേക്ക് അങ്ങ് മാറ്റാമെന്ന് പറഞ്ഞ് തന്റെ കൈ ഇങ്ങനെ പിടിച്ച് നരമ്പ് ഒരുപാട് തവണ പിടിക്കുന്നു. പിടിച്ച് 10-20 മിനിറ്റ് നേരം പിടിച്ചു നിന്ന് സമയം കഴിഞ്ഞു വിട്ടു. അയാളോട് പറഞ്ഞു, നിന്റെ ബ്ലോക്കൊക്കെ ഞാൻ എടുത്തൊഴിവാക്കിയിട്ടുണ്ട്, പോയി ചികിത്സാരികളെ കാണിക്കടാ എന്ന് പറഞ്ഞപ്പോ ഹോസ്പിറ്റലിൽ അങ്ങ് കൊണ്ടുപോയി കാണിച്ചപ്പോ അത്ഭുതപ്പെട്ടു ഡോക്ടർമാരെ. എവിടെ പോയി നിന്റെ അസുഖം? നീ അസുഖമുള്ളയാളായ അല്ലല്ലോ, നീ നല്ല ആയുരാരോഗ്യമുള്ളവനാണ്, നിനക്കാരാണ് ഇന്ന് അസുഖമുണ്ടെന്ന് പറഞ്ഞത്. നിന്റെ ബ്ലോക്കൊക്കെ എവിടെയോ പോയെന്ന് പറഞ്ഞപ്പോ അത്ഭുത സ്തബ്ധനായി. അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ഭയന്ന് അല്ലാഹുവിൽ തഖ്വയോടെ ജീവിച്ച മഹാന്മാർ. അവരെ നമ്മൾ സ്മരിക്കുന്നു. നമ്മൾ ഈ ജീവിത ഏടുകളൊക്കെ വായിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് തഖ്വ വരണം, ആത്മീയ വിജ്ഞാനങ്ങൾ വരണം, നല്ല കുടുംബം തെരഞ്ഞെടുക്കണം. ഇങ്ങനെ ഒരുപാട് അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. മഹാനായ റിഫായി തങ്ങളെ കൂടി നമ്മൾക്ക് പറയേണ്ടതില്ലേ? മഹാനവറുകളെ ഒരു ചെറിയ രൂപത്തിൽ പറഞ്ഞ് ഞാൻ എന്റെ വിഷയം അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റിഫായി തങ്ങൾ അവറുകളെ സ്മരിക്കാൻ നമ്മളുടെ ലോകം ഇന്ന് നിർബന്ധിതമായി തീരുകയാണ്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ മഹാനവറുകളെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് നന്നായി പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. എന്താണ് കാരണം? ഇന്ന് കാരുണ്യത്തിന്റെ, മേഴ്സിയുടെ, ദയയുടെ എല്ലാ വാതിലുകളും കൊട്ടിയടച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രസിഡന്റായി വന്ന ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന 70 വയസ്സുകാരൻ 45ാമത്തെ പ്രസിഡന്റായി വന്നതിനു ശേഷം ആദ്യത്തെ തീരുമാനം തന്നെ പാവപ്പെട്ടവനെ തിരസ്കരിക്കുക എന്നതാണ്. വായിച്ചില്ലേ നിങ്ങൾ? അശരണരായ, ആലംബഹീനരായ, ജീവിതത്തിന്റെ ഉന്നമനങ്ങളിലേക്ക് ഊന്നുവഴിയില്ലാതെ കടന്നു വരാൻ കഴിയാത്ത, ഒരു നേരത്തെ ക്ഷുത്തടക്കാൻ പോലും കഴിയാത്ത പാവപ്പെട്ട ആളുകൾ, ആ ആളുകളെ ഇനി ഞങ്ങളെ രാജ്യത്തേക്ക് കയറ്റാൻ പറ്റൂല എന്നല്ലേ അവനെടുത്ത തീരുമാനം. അവർ കയറി വരുന്നതിന് അവരുടെ ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു മതിൽ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനം നടത്തുമ്പോൾ ലോക മനസാക്ഷിയെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം, സിറിയയുടെ അലപ്പോയിൽ പ്രാന്തപ്രദേശങ്ങളിൽ തന്റെ ജീവിതത്തിന്റെ നിഖിലങ്ങളായ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട ബാന അലാബേലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഡൊണാൾഡ് ട്രംപിനോട് ഒരു സംസാരം ട്വിറ്ററിലൂടെ കുറിക്കുകയുണ്ടായി. നിങ്ങളൊക്കെ വായിച്ചു കാണിച്ചു. ആഭ്യന്തര കലാപം കൊണ്ട്, പ്രയാസങ്ങളെ കൊണ്ട് തന്റെ ജീവിതവും നാട്ടുകാരുടെ ജീവിതവും എല്ലാം തകർന്നു പോയിടത്ത് ആ പട്ടിണി പാവങ്ങളെ ഇനി ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന മനോഭാവത്തോടെ കടന്നു വന്ന ഡൊണാൾഡ് ട്രംപിനോട്, have you ever had no food for 24 hours? 24 മണിക്കൂർ പട്ടിണി കടന്നിട്ടുണ്ടടാ ഒരു ദിവസം നീ എന്ന ഒരു ചോദ്യം, വല്ലാത്ത ചോദ്യമാണ്.
24 മണിക്കൂർ ഒരു ദിവസം നീ പട്ടിണി കിടന്നിട്ടുണ്ടോ നിന്റെ ജീവിതത്തിൽ? ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ആരാ? വായിക്കണം പത്രങ്ങളൊക്കെ എന്നെക്കാൾ വായിച്ചിട്ടുണ്ടാകും ചിലർ. 4.5 ബില്യൺ ആസ്തിയുള്ള ആളാണ്. ലോകത്തെ 1-ാം നമ്പർ കോടീശ്വരന്മാരിൽ മുൻനിരയിൽ നിൽക്കുന്നയാൾ. അയാളെ പ്രഖ്യാപിക്കുകയാണ് കരുണയുടെ ധൈര്യത്തെ എല്ലാവിധ വാതിലുകളും പൊട്ടിയടക്കുമ്പോൾ എല്ലാവിധ വാതിലുകളും പൊട്ടിയടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളത് മഹാനായ റിഫാഈ തങ്ങളവറുകളെയാണ്. ആ റിഫാഈ തങ്ങളവറുകളെന്താ ലോകത്തിന് സമ്മാനിച്ചത്? ദീനീ വിജ്ഞാനം കരഗതമാകുകയും അല്ലാഹുവെ തഖ്വ ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നതോടൊപ്പം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഈ മഹാനുഭാവൻ വലിയ ഒരു കാൽവെപ്പ് നടത്തി. മഹാനുഭാവന്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ ആയാൽ പ്രഭാതമായാൽ അവിടെ നിന്നിങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ആരെങ്കിലും കിട്ടുമോ എനിക്കൊന്ന് സേവനം ചെയ്തു കൊടുക്കാൻ? കണ്ണു കാണാത്ത ആളുകൾ ആരെങ്കിലും വരുമോ എന്ന് അവരെ എനിക്ക് അവരുടെ ഉദ്ദേശ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു കൊടുക്കാമല്ലോ, അവരെ എനിക്കൊന്ന് സഹായിക്കാമല്ലോ. ഈ ഒരു ചിന്തയിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവരെല്ലാം ജീവിച്ചത്. എന്നാൽ നമ്മൾ ഇന്ന് കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങളെ, ചാരിറ്റി പ്രവർത്തനങ്ങൾ എത്ര നടത്താറുണ്ട്? ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് പഠിക്കേണ്ടത്. മഹാനവറുകൾ പാവപ്പെട്ടവർക്ക് സേവനം ചെയ്യുന്നു, അശരണരായവർക്ക് ആലംബഹീനർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു, അനാരോഗ്യം കാരണം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആരോഗ്യ സമ്പുഷ്ടീകരണത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുന്നു, വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നു. അങ്ങനെ ചാരിറ്റി സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്ത വലിയ ഒരേട് മഹാനവറുകൾക്കുണ്ട്. ഇരുത്തി പറഞ്ഞാൽ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം. നമ്മുടെ ബാപ്പയ്ക്ക് തങ്ങൾ നമുക്കൊക്കെ നല്ല ഒരു ഉദാഹരണമാണ്. മഹാനവറുകൾ എന്റെ പ്രിയപ്പെട്ടവരെ തങ്ങളാണെന്ന ഗർവില്ലാതെ എല്ലാവിധ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്കും സടകുടഞ്ഞെഴുന്നേറ്റ് എല്ലാവരും ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങുന്നു. എല്ലാ മഹാനവറുകളെ ഏറ്റെടുത്ത് ചെയ്യുന്നു. നല്ല ഒരു പ്രവർത്തനമാണ്. പടച്ച റബ്ബേ, നീ ഇരു ലോകത്തും നീ ഹൈറായ വഴി തുറന്നു കൊടുക്കണേ അല്ലാഹ്. ആ പ്രവർത്തനങ്ങളെല്ലാം നീ കബൂലാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ ഖൈലാസുള്ള പ്രവർത്തനമാക്കണേ അല്ലാഹ്. കണ്ടില്ലേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദയയുടെ വിഷയം എവിടെയാ കടന്നു വന്നത്? ജല്ലിക്കെട്ടെന്ന് പറയുന്ന ഉത്സവം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ ആ ജല്ലിക്കെട്ടിനെതിരെ ആളുകൾ പ്രക്ഷോഭം നടത്തുകയാണ്. പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു ആനിമൽ ആക്ട് എന്ന് പറയുന്ന 1960കളിൽ നിലവിൽ വന്ന ഒരു ആക്ട് എടുത്തു വെച്ചുകൊണ്ട് പറയുന്നു, അതേ ഈ ആക്ട് പ്രകാരം ഇനി നിങ്ങൾ ഒരിക്കലും ജീവികളെ നോവിക്കാൻ പാടില്ല. അപ്പോഴാണ് അവർക്ക് ആ ചിന്ത കടന്നു വന്നതെങ്കിൽ അതെല്ലാം നായകളെല്ലാം തെരുവിലിറങ്ങി മനുഷ്യന്മാരെ മുഴുവനും കടിച്ചു കയറാൻ തുടങ്ങിയപ്പോ ആളുകൾ പറയുന്നു, അതേ ഇനി നായകളെയൊക്കെ ഒന്ന് കൊല്ലണം എന്നിടത്തെത്തിയപ്പോ, നായകളെയൊക്കെ ഒന്ന് ആക്രമിക്കണം എന്ന് പറഞ്ഞപ്പോ പറ്റില്ല എന്ന് മേസിയുടെ സ്വരം പലയിടത്തു നിന്നും ഉയർന്നെങ്കില് ആരാരും തിരിഞ്ഞു നോക്കാതെ റോഡ് സൈഡിലൂടെ നടന്നുകൊണ്ടിരുന്ന ഒരു നായ കാത്താണിയായതാരാണെന്നറിയുമോ? ആളുകളെല്ലാം കല്ലെറിയുന്നു, ആളുകളെല്ലാം ആട്ടിയോടിക്കുന്നു. എല്ലാവരും ആട്ടിയോടിക്കുന്ന ഒരു കുഷ്ഠരോഗം പിടിച്ച നായ, ആ നായയെ ഏറ്റെടുത്തുകൊണ്ട് മഹാനായ റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങള് മഹാനുഭാവൻ എന്ത് ചെയ്തു? ഒരു ടെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, എല്ലാ ശുശ്രൂഷയും ചെയ്യുന്നു, ആരോഗ്യ പരിരക്ഷണത്തിന് ആവശ്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു, വൃത്തിയാക്കുന്നു, മൃഗത്തെ സംരക്ഷിക്കുന്നു.
മഴയൊക്കെ വരുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പാ പ്രിയപ്പെട്ടവരെ മഹാനുഭാവന ചെയ്യുന്നത്. ആളുകൾ ചോദിച്ചു, ഒരു തങ്ങളെ നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇത്രയും പ്രയാസപ്പെട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനുഭാവൻ പറയുകയാണ്, ഞാൻ എത്തുന്ന ലോകത്ത് വെച്ച്, ആഖിറമാകുന്ന ലോകത്ത് വെച്ച് പഠിച്ചവരെന്നോട് ഞാൻ ചോദിച്ചാൽ عندك رحمة لهذا القلب ورفعي ശൈഖായ അറിയപ്പെട്ടവരെ, നിങ്ങളിങ്ങനെ ഭൂമിലോകത്ത് സഞ്ചരിക്കുമ്പോ കണ്ട ഒരു നായക്ക് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ആ നായനോട് കാണിക്കാൻ ധനമുണ്ടായില്ലല്ലോ എന്നാണ് എന്നോട് ചോദിച്ചാൽ ഞാനെല്ലാം നഷ്ടപ്പെട്ടവനാവുകയില്ലേ എന്നെ പ്രിയപ്പെട്ടവരെ ആലോചിച്ചാണ് ഞാനത് ഏറ്റെടുത്തതെന്ന് പറഞ്ഞ് സാന്ത്വനത്തിന്റെ കാരുണ്യ പ്രവർത്തനത്തിന്റെ മകുടോദാഹരണം നമുക്ക് വരച്ചു കാണിച്ചു തന്നവരാണ് മഹാന്മാരായ ആളുകൾ. അവര് കുത്തുമ്പും വലിയ മൗസൂമൊക്കെ ചതച്ചുകൂടി ഇക്കുറിഞ്ഞിരുന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും ആളുകളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതുണ്ട്. സമ്പത്ത് വരുമ്പോ പിന്നെ എല്ലാവരും ബഹുമാനിക്കണം. കുറച്ചൊക്കെ ആയിട്ടുണ്ട് എന്നല്ല നടിക്കേണ്ടത്. ഞാൻ എല്ലാവരെയും മനസ്സിലാക്കാനുള്ള പ്രാപ്തി എനിക്ക് കിട്ടി, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് അവരിലേക്ക് ഇറങ്ങി ചെല്ലണം എന്ന മനോഭാവമാണ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്. ഗർവ് നമ്മൾ ഇറക്കി വെക്കണം. നമുക്ക് തലക്കരമോ പാടില്ല പ്രിയപ്പെട്ടവരെ. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പറഞ്ഞില്ലേ, ഭൂലോകത്തുള്ള ആളുകൾക്ക് നിങ്ങൾ കരുണ ചെയ്യൂ, നിങ്ങൾ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തൂ, നിങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തൂ, ഊന്നുവടിയില്ലാത്തവർക്ക് ഊന്നുവടി കൊടുക്കൂ, നിങ്ങൾ റോഡ് ആക്സിഡന്റുകൾ കാണുമ്പോൾ അവരെ എടുത്ത് ഹോസ്പിറ്റലിലെത്തിക്കൂ. ലോകത്തുള്ളവരെ നിങ്ങൾക്ക് അല്ലാഹു തആല ആഖിറത്തിൽ റഹ്മത്ത് ചെയ്യുമെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, ഈ തങ്ങന്മാരെ മുന്നടുത്ത് നോക്കുമ്പോ നമ്മുടെ ഉള്ളാൾ തങ്ങളും വൈലത്തൂര് നമ്മളും ഉസ്താദും അടക്കമുള്ള മഹാന്മാരായ മൺമറഞ്ഞ സമസ്തയുടെ വലിയ ആലിമീങ്ങൾ, പണ്ഡിതന്മാര്, അവരെല്ലാം ഇതിന് നേതൃത്വം കൊടുത്തവരാണ്. ശൈഖുന എത്തി ഉസ്താദ് എന്നും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പടച്ച റബ്ബേ, ജീവിതത്തിൽ നീ ആയുരാരോഗ്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ഈ മഹാന്മാരെല്ലാം നമ്മളെ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന ഒരു റിസൾട്ട്, അവരെല്ലാം രക്ഷപ്പെട്ടത് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ബന്ധമാണ്. പടച്ച റബ്ബുമായി നമ്മെ കണക്ട് ചെയ്യുന്ന അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം കൊണ്ടാണ് അവരെല്ലാം രക്ഷപ്പെട്ടത്. കണ്ടില്ലേ, മാനായ ജീവിതമെടുത്താലും അവിടുത്തെ ഏടുകൾ പരിശോധിച്ചാലും അതുപോലെ തന്നെ റിഫായി തങ്ങളെ പരിശോധിച്ചാലും എല്ലാം കാണാനുള്ളത് നമുക്കത് തന്നെയാണ്. മഹാനായ നമ്മുടെ ഉള്ളാള് തങ്ങളും പാപ്പ, ഒരു കടമുള്ള മനുഷ്യൻ പോലും തങ്ങളവരുടെ അടുക്കൽ വന്ന് ആകുലതയും വ്യാകുലതയും അവിടുത്തെ കണ്ണീരും കഷ്ടപ്പാടും പറയുമ്പോ തങ്ങളവരുടെ ഉള്ള സദ്യ എടുത്തു കൊടുത്തതിന് ശേഷം ഒരു സ്വലാത്ത്
പറഞ്ഞു കൊടുക്കുന്നു. ആ സ്വലാത്തിലൂടെ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് അടുപ്പിക്കുകയാണ്. അതായിരുന്നു അവരുടെ മുഴുവനും ലക്ഷ്യം. ഞാൻ എന്റെ ഒരു അനുഭവം പറയട്ടെ. അമീൻ എന്ന് പറയുന്ന ദ്വീപിലേക്ക് പോയപ്പോൾ അവിടെ നിന്നതാ ഖാലിദ് ക എന്ന് പറയുന്ന ഒരു സഹോദരൻ എന്നോട് പറയുന്നു, 2004 അവിടെ വലിയൊരു സൈക്ലോൺ പ്രത്യക്ഷമാകുന്നു. വലിയ കൊടുമ്പിരി കൊണ്ട വലിയ മഹാമേരി അവിടെ സംജാതമാകുന്നു. സംഹാര താണ്ഡവമാടിയ കാറ്റും കോളും വന്നപ്പോ ആ ഖാലിദ് ക പറയുന്നു, ഇവിടെ നിന്ന് കാപ്പാട് നിന്ന് അതുപോലെ തന്നെ ഇവിടത്തെ കൊച്ചിയിൽ നിന്നൊക്കെ ഉരുക്കൾ അയച്ച് ബിസിനസ് നടത്തുന്ന ചെറുപ്പക്കാരന്റെ 2 ഉരുക്കൾ അതിലടങ്ങിയ ലക്ഷോപലക്ഷം വരുന്ന സാധനങ്ങൾ മുഴുവനും തകർന്നടിയുന്നു, വീടുകൾ നശിക്കുന്നു. ആ ദ്വീപിന്റെ പകുതിയോളം വെള്ളം നിന്ന രാത്രികളാണ്. ആളുകളെല്ലാം പേടിച്ച് നഫ്സി നഫ്സി എന്ന് പറഞ്ഞു ഓടിയ നേരം കച്ചവടം നോക്കാൻ പോയിട്ട് തന്റെ സ്വന്തം ശരീരം പോലും നോക്കാൻ മറന്നവര്, എന്റെ കുടുംബത്തെ ആലോചിക്കാൻ മറന്നവര്, ആ വിധത്തിൽ സംഹാര താണ്ഡവമാടിയ ദിനരാത്രങ്ങൾ കഴിഞ്ഞുപോയി കെട്ടടങ്ങി ശാന്തമായി നോക്കിയപ്പോഴാണ് ഒരു നശിച്ചു. ലക്ഷങ്ങൾ കടത്തിലാണ് ആളുകൾ ദിനം പ്രതി ചോദിച്ചു കാര്യങ്ങൾ ആളുകളെ ധൈര്യപ്പെടുത്തി കൊടുത്തു. പക്ഷേ ആളുകൾ ആരും വിട്ടു തരുന്നില്ല, ഒരാളും ഒരു സംഖ്യയും വിട്ടു തരുന്നില്ല. അവസാനം കപ്പൽ കയറി ഉള്ളാടത്തെ ഉപ്പാപ്പയുടെ അടുക്കലെത്തി. ഉള്ളാടത്തെ തങ്ങളോട് പറഞ്ഞു, തങ്ങളുപ്പാപ്പ ഞാൻ വലിയ കഷ്ടപ്പാടിലാണ്, ഞാൻ വലിയ പ്രയാസത്തിലാണ് ഉപ്പാപ്പ, നിങ്ങൾ എന്റെ പ്രയാസം ഏറ്റെടുക്കുമോ? നിങ്ങൾ എന്റെ പ്രയാസം ഏറ്റെടുത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? ഉള്ളവാള് തങ്ങൾ പറഞ്ഞു, നീ വിഷമിക്കണ്ടടാ, സ്വലാത്ത് ചൊല്ലിക്കൊന്ന് പറഞ്ഞ് ആ പ്രത്യേക സ്വലാത്തെന്ന് പറഞ്ഞു കൊടുത്തു. ഈ ചെറുപ്പക്കാരനാണ്, ചെറുപ്പക്കാരന് യുവാവായി ഇന്ന് അത്യാവശ്യം പ്രായം 10-15 വർഷമായല്ലോ, 10 വർഷം അതല്ലെങ്കിൽ 12 വർഷം കഴിഞ്ഞല്ലോ. ഈ പ്രാവശ്യം ഞാൻ അവിടെ പോയപ്പോ എന്നോട് പറയുകയാണ്, അൽഹംദുലില്ലാഹ് 5 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ലക്ഷക്കണക്കായ രൂപ എവിടെ നിന്നാ എനിക്ക് വന്നതെന്നറിയില്ല. ഇന്ന് നിങ്ങൾ അന്വേഷിച്ചോ, അയാളുടെ പേര് ഖാലിദ് എന്നാണ്. കേരളത്തിൽ എപ്പോഴും വിസിറ്റ് ചെയ്യുന്നയാളാണ്, ഒരുമായി ബന്ധപ്പെട്ട് വലിയ ബിസിനസ് നടത്തുന്നയാളാണ്. അയാൾക്ക് രക്ഷ കിട്ടി. അത് ഹബീബായ മുത്തുനബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലാ തങ്ങളവറുകളിലേക്ക് ബന്ധിപ്പിച്ചപ്പോ കിട്ടിയതാണ്. അതാണ് മഹാന്മാരുടെ എല്ലാ വിജയവും. പ്രിയപ്പെട്ടവരെ, മഹാനായ ശൈഖിനെ നമ്മൾ അനുസ്മരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബുമായി എത്ര ബന്ധമുണ്ടെന്നറിയുമോ? ആദ്യമായി ഹജ്ജിന് പോയ അവസരത്തിൽ തവാഫും മറ്റു കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ അന്തിയുറങ്ങുന്ന ഹുജ്റത്തു ശരീഫയുടെ ചാരത്ത് വന്നു. വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അസ്സലാമു അലൈക യാ ജദ്ദീ, അസ്സലാമു അലൈക യാ ജദ്ദീ. ഓ ഉപ്പാപ്പയായ വല്യപ്പയായ എന്റെ പൊന്നു ഹബീബേ, അങ്ങേക്കു സലാമെന്ന് പറഞ്ഞപ്പോ 10,000 ആളുകൾ ആ സമയത്ത് അവിടെയുണ്ട്. ആളുകൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് അവിടെ നിന്ന് വഅലൈക്കുമുസ്സലാം യാ വലദീ, എന്റെ പൊന്നുമോനെ റിഫായി വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞത് കേട്ടത് 10,000 ആളുകളാണ്. തീർന്നില്ല. അവിടെ നിന്ന് മഹാനവറുകൾ ഒരു
കവിത ആലപിക്കുന്നു ഫീ ഹാലത്തിൽ മുഅ്ദിറോ ഹി കുന്തു റസീലുഹാ തുകബിലുൽ അർവാനി വഹിയാ നാഇബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ ഹദറ ബന്ദുദിയ മിനക തൈ തുഹ്വാ ബിഹാ ശഫതി അതേ ആനന്ദ നാട്ടിലായിരിക്കുമ്പോ ഒരുപാട് സ്വലാത്തുകളിലൂടെ ഞാൻ അങ്ങയോട് അടുക്കാറുണ്ട്. പക്ഷേ എന്റെ ശരീരം ഇവിടെ വരാറില്ല. ഇവിടെ വരാറുള്ളത് എന്റെ റൂഹാണ്, എന്റെ ആത്മാവാണ്. എന്റെ ആത്മാവേ അങ്ങേ അടുക്കൽ വരാറുള്ളൂ. നബിയേ, ഞാൻ അങ്ങയുടെ ഹദീസ് ഓതി കൊടുക്കാറുണ്ട്. അങ്ങയോട് പ്രേമമുണ്ട്, സ്നേഹമുണ്ട്, അഭിലാഷമുണ്ട്, ആനന്ദമുണ്ട്, അനുരാഗമുണ്ട്. ഓ നബിയേ, ഇന്നതുവരെ അങ്ങ് സമീപിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ റൂഹാണ് ഇവിടെയെല്ലാം വന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഭൗതിക ശരീരം വന്നിരിക്കുന്നു. ഞാനിവിടെ വന്നല്ലോ, എനിക്ക് കിട്ടിയ ആദ്യ അവസരമാണല്ലോ. പൊന്നുമുത്തു നബിയേ, എന്റെ വല്യുപ്പയായ നബിയേ, അങ്ങൊന്ന് കൈ തരുമോ? ഞാനൊന്ന് ചുംബിച്ചു നോക്കട്ടെ. ഖബറു ശരീഫ് പിളരുന്നു. മഹാനായ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈ കാണിച്ചു കൊടുക്കുന്നു, ചുംബിക്കുന്നു. ഇത് ചരിത്രത്തിൽ സംഭവിച്ചതാ. തന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ, ഈ മഹാന്മാരൊക്കെ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബന്ധം നമ്മൾ പഠിക്കണേ. ആ റസൂലുള്ളാഹി തങ്ങളവരുടെ സ്നേഹിച്ച് മഹബത്ത് വെച്ച് നമ്മുടെ മഹാന്മാരെ പറയുന്നിടത്ത് ഒരുമിച്ച് കൂടണ്ടേ. പ്രിയപ്പെട്ടവരെ, ആ റസൂലുള്ളാഹിയുമായുള്ള ബന്ധം നമ്മൾ വിച്ഛേദിക്കരുത്. മഹാന്മാരെ കുറ്റം പറയുന്നിടത്ത് നമ്മൾ പോയിരിക്കരുത്. അവര് പറയുന്ന സീഡിയോ അവരുടെ ലഘുലേഖകളോ നമ്മൾ വായിക്കരുത്. അതിന്റെ വിനകൾ ഞാൻ ഈ കഴിഞ്ഞ തവണ അവിടെ നമ്മൾ വിശദീകരിച്ചു. ഞാൻ ഈ അടുത്ത് ഇവിടെ നിന്ന് തന്നെ നമ്മുടെ മുഖാമി പള്ളിയിൽ നിന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് മഹാന്മാരെ നിൽക്കുന്ന സദസ്സിൽ നമ്മൾ പോകണ്ട. നമ്മളെ മഹാന്മാരെ അനുസ്മരിക്കുന്ന അവരുടെ ജീവചരിത്രം വായിക്കുന്ന സദസ്സിൽ പോയി അവരിൽ നിന്ന് നല്ല ഏടുകളൊക്കെ എടുത്ത് നമ്മുടെ SQ പവർ ഉണ്ടല്ലോ, നമ്മുടെ സ്പിരിച്വൽ കാശറ്റ് വർദ്ധിപ്പിക്കണം. അതോടൊപ്പം തന്നെ മഹാന്മാരെ സ്മരിച്ചാൽ പാപങ്ങൾ പുറത്തു കിട്ടും. ഈ നിന്ന സമയം നിങ്ങൾക്ക് ലാഭമാണ്. ഈ സമയം എത്ര നിന്നോ അത്ര നമ്മൾ ചെയ്ത എത്രയെത്ര പാപങ്ങൾ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയാത്ത എവറസ്റ്റ് കണക്കിലുള്ള പാപങ്ങളില്ലേ പ്രിയപ്പെട്ടവരെ, എല്ലാം നമുക്ക് പുറത്തു കിട്ടുമെന്നത് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചില്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വേദി നമുക്ക് ലാഭമാണ്. അവർക്ക് വേണ്ടി ഫാത്തിഹയും ഒരു യാസീനും ഓതി നമുക്ക് നമ്മുടെ ഈ സംഗമം അവസാനിപ്പിക്കാം. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളെല്ലാം ദുആ ചെയ്യണം എന്ന വസിയത്തോടെ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഫാത്തിഹ ഓതി യാസീൻ ഓതി ഏതായാലും കൂടിയല്ല, സമയമൊന്നും ദീർഘിച്ചിട്ടില്ല. അത് നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക്. അവർക്ക് കൊടുക്കാനുള്ള ഒരു ഹദിയയും ഇതുമായി ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു കാരണമാണ് മഹാന്മാര്, സയ്യിദുമാരും, ആലിമീങ്ങളും, മുത്തഅല്ലിമീങ്ങളും നല്ലൊരു
അൽഹംദുലില്ലാഹ്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ മുനാഫസ എന്ന് പറയുന്ന പരിപാടി ഇവിടെ കുട്ടികളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു പരിപാടിയാണ്. എങ്കിലും 3 ദിവസത്തോളമായി അല്ല, ഒരു വർഷത്തോളമായി തുടങ്ങിയിട്ട് അതിന്റെ അവസാനം അതല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള തുടക്കം എന്ന് പറയാം. അതായിരുന്നു ഈ 3 ദിവസം ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇതിൽ നിങ്ങളെയൊക്കെ ക്ഷണിച്ചിരുന്നു, അറിയിച്ചിരുന്നു. നിങ്ങളുടെ സൗകര്യം മാനിച്ച് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന സമയത്ത് വരാം എന്ന നിലക്കാണ് ക്ഷണിച്ചിരുന്നത്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കുട്ടികളായി